ഓക്കെ, നമുക്കിനി എടുക്കാനുള്ളത് ജസ്റ്റ് വയർലെസ് പെൻ ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, വയർലെസ് പെൻ ടെസ്റ്റിംഗ് നമ്മൾ അല്ലെങ്കിൽ വൈഫൈ എന്ന് പറയുന്ന ഒരു ടെക്നോളജി. ഓക്കെ, എന്താണ് അതിൻ്റെ ഫുൾ ഫോം? വയർലെസ് ഫിഡലിറ്റി. വൈഫൈ വയർലെസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വയേർഡ് ത്രൂ നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് പണ്ട് കാലങ്ങളിൽ നടത്തിയിരുന്നു. നമ്മളെന്തായി കുറച്ചും കൂടി പോർട്ടബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെന്താണ് മീഡിയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഹാർഡ്വെയർ മെറ്റീരിയൽസ് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വൈഫൈ ത്രൂ അല്ലെങ്കിൽ വേവ് ത്രൂ നമ്മൾ ഇൻഫർമേഷൻസ് സിഗ്നൽ വഴി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് വയർലെസ് എന്ന് പറയുന്നത്. വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് ഒരുപാടുണ്ട്. സത്യത്തിൽ വയർലെസ് പെൻ ടെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വൈഫൈ മാത്രമല്ല, വയർലെസ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും പെൻ ടെസ്റ്റിങ് നമുക്ക് അനിവാര്യമാണ്. കാരണം എന്താണ്? വയർലെസ് വഴി നമുക്ക് ഒരുപാട് അറ്റാക്കുകളും കാര്യങ്ങളും നടക്കും. ഓക്കെ, കാരണം അത് റേഡിയോ സിഗ്നൽസ് വഴിയാണ് പോകുന്നത്. ആ റേഡിയോ സിഗ്നൽസ് നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറുകളുടെ കൂടെയൊക്കെ തന്നെ ഈ റേഡിയോ സിഗ്നൽസ് ആക്സസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയർലെസ് വഴി കമ്മ്യൂണിക്കേഷൻസ് നടക്കുമ്പോൾ മറ്റു ഡിവൈസുകൾക്ക് അതിൽ കണക്റ്റഡ് ആ നെറ്റ്വർക്കിൽ ഇല്ലാത്ത ഡിവൈസുകൾക്ക് പോലും മേ ബി അതിലുള്ള ഡാറ്റാസുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്? എല്ലാവർക്കും ആക്സസിബിൾ ആയ രീതിയിലാണ് ഒരു വൈഫൈ കണക്ഷൻസ് പോകുന്നത്, വൈഫൈ കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത്, റേഡിയോ സിഗ്നൽസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയോ സിഗ്നൽസ് നമ്മൾ ആ സിഗ്നൽസ് ആയിട്ടാണ് ഡാറ്റാസുകൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഈ ഡാറ്റാസുകൾ അല്ലെങ്കിൽ ഈ റേഡിയോ സിഗ്നൽസുകളെ ക്യാപ്ചർ ചെയ്യാനും അതേപോലെ സ്പ്രെഡ് ചെയ്യാനും നമ്മൾ ആൻറ്റിനാസ് യൂസ് ചെയ്യും. ഓക്കെ, അത് സ്പ്രെഡ് ചെയ്യാനും എയറിലേക്ക് അത് വിടാനും അതേപോലെ അത് സ്വീകരിക്കാനും ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ആൻറ്റിനാസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ആക്സസ് പോയിൻ്റ്, ഒരു റൗട്ടർ നമ്മളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു റൗട്ടർ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഡിവൈസ് ഉണ്ടാകും. ആ ഡിവൈസിന് ഒരു ആൻറ്റിനാസ് ഉണ്ടാവും. ആൻറ്റിനാസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഡാറ്റാസിനെ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യും, റേഡിയോ വേവ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതേപോലെ റേഡിയോ വേവ്സിനെ എന്ത് ചെയ്യും? ആൻറ്റിനാസ് ഉപയോഗിച്ചിട്ട് റിസീവ് ചെയ്തിട്ട് റൗട്ടറിലേക്ക് തിരിച്ചെടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ വൈഫൈ കമ്മ്യൂണിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വൈഫൈ സിഗ്നൽസ് എയറിലൂടെ സ്പ്രെഡ് ആവുന്ന സമയത്ത് അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാം. ഏതൊരു ആൻറ്റിനക്കും ആ വൈഫൈ സിഗ്നലിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഓതൻറ്റിക്കേഷൻ മെത്തേഡ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റൗട്ടറിൽ കണക്റ്റ് ആവാനും പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു നോർമൽ വൈഫൈൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ വൈഫൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേതൊരു വയർലെസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അവിടെ നമുക്കൊരു SSID ഉണ്ടാവും. ഓക്കെ, SSID എന്നതുകൊണ്ട് വെച്ച് SSID നെയിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വൈഫൈൻ്റെ നെയിം. ഓക്കെ, അതാണ് ഇവിടെ SSID എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ നമ്മുടെ ടാർഗറ്റ് SSID കണ്ടുപിടിക്കണം. ആരെയാണ് നമുക്ക് പെൻ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, ആരെയാണ് നമുക്കത് പെൻ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കണം. നോർമലി നമ്മൾ ഡിവൈസിലേക്ക് കണക്റ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വൈഫൈ ഓണാക്കി. അപ്പോൾ എന്താ എൻ്റെ ഫോൺ ചെയ്യാം? ആദ്യം തന്നെ SSIDകൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് ആ SSID കിട്ടി. ഞാൻ റെഡ് സോൺ 1 എന്ന് പറയുന്നൊരു SSID കിട്ടി. നെക്സ്റ്റ് എന്താ അവർ ചെയ്യുന്നുണ്ടാവുക? അതിലേക്ക് ഓതൻറ്റിക്കേഷൻ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓതൻറ്റിക്കേഷൻ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ ആ ഓതൻറ്റിക്കേഷൻ കൊടുക്കുന്നു. ഓതൻറ്റിക്കേഷൻ സക്സസ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞങ്ങൾ തമ്മിൽ എന്ത് നടക്കുന്നു? ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഡാറ്റ ട്രാൻസ്മിഷൻസ് നടക്കുന്നു. ഓക്കെ, അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? റേഞ്ചും സ്പീഡും. റേഞ്ച് നമ്മൾ ആ ഒരു പരിധിക്കുള്ളിൽ, ഓരോ വൈഫൈ ആക്സസ് പോയിൻറ്റിന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം നമുക്ക് സ്പീഡ് കൂടുതലായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ സ്പീഡ് കുറഞ്ഞ് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോക്കോൾസുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ്. വൈഫൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളാണ്. ഫസ്റ്റ് വൺ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്തത് WEP ആയിരുന്നു, വയേർഡ് ഈക്വലൻറ്റ് പ്രൈവസി എന്ന് പറയുന്ന പഴയൊരു വേർഷൻ ആയിരുന്നു ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നത്. കറക്റ്റ് വയേർഡ് ത്രൂ എങ്ങനെയാണോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ വയർലെസ് വഴി കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. വയറിൽ പോകുന്ന വയർഡ് ത്രൂ എങ്ങനെയാണോ കമ്മ്യൂണിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എയർ ത്രൂ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്.
പക്ഷേ വയറിലൊരു സെക്യൂരിറ്റി ഉണ്ട്. എന്താണ്? വയറിൻ്റെ ഒരു എൻഡിലും മറ്റേ എൻഡിലും കണക്ട് ചെയ്യുന്നതിന് മാത്രമേ അതിൽ ആക്സസ് കിട്ടുള്ളൂ. എന്നാൽ വൈഫൈ ആണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എല്ലാവർക്കും ആ ഒരു ആക്സസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് വേണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളുടെ ഒരു ഓൾഡർ വേർഷനാണ് WEP, വൈഡ് ഈക്വലൻറ്റ് പ്രൈവസി. ഓക്കെ, ഇതിനൊരു ഇഷ്യൂ ഉണ്ട്. ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നീട് ഈ WEPയും എല്ലാം ക്രാക്ക് ചെയ്യുന്ന മെത്തേഡ് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ജസ്റ്റ് അത് ഞാൻ ഒഴിവാക്കുന്നു. ആ ക്രാക്കിംഗ് മെത്തേഡ് ഇനി WEP ആണെങ്കിലും WPA ആണെങ്കിലും WPA3 ആണെങ്കിലും ഒരേ മെത്തേഡ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ ഒരുപാട് പോകണ്ട. പിന്നീട് വന്ന ഒന്നാണ് WPA എന്ന് പറയുന്നത്. ഓക്കെ, WPA അത് കുറച്ചുകൂടി മാറ്റം വരുത്തി. WPAയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻറ്റഗ്രിറ്റി പ്രോട്ടോകോൾസും അതേപോലെ എൻക്രിപ്ഷൻ കീയും യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എൻക്രിപ്ഷൻ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന WPAയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 2003 WPA വന്നു. ഓക്കെ, WPA എന്താണ്? കുറച്ചുകൂടി ഒരു എൻക്രിപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് അതിലേക്ക് കയറാൻ പറ്റില്ല. ആ എൻക്രിപ്ഷൻ കീ ഉണ്ടായതുകൊണ്ട്, ആ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാസ്വേഡ് എൻക്രിപ്ഷൻ അവിടെ ഉണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ ഈ WPAയിൽ എൻക്രിപ്ഷൻ WEPനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് WPA. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ മെത്തേഡ് നമുക്കത് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ക്രിപ്റ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പാസ്വേഡ് ക്രാക്കിംഗ് മെത്തേഡ്സ് നമുക്കിപ്പോൾ അറിയാം. ആ പാസ്വേഡ് ക്രാക്കിംഗ് മെത്തേഡ്സ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൽഗോരിതം നമുക്ക് ഗസ് ചെയ്യാനും ആ പാസ്വേഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനും വളരെ പെട്ടെന്ന് നടക്കും. കാരണം അവിടെ യൂസ് ചെയ്തത് എൻക്രിപ്ഷനാണ്. അറിയാലോ എൻക്രിപ്ഷൻ്റെ പ്രത്യേകത. എൻക്രിപ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. എൻക്രിപ്ഷൻ എന്താണെന്നുള്ള മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? നല്ലപോലെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന എൻക്രിപ്ഷൻ മെത്തേഡ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ എൻക്രിപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹയർ വേർഷൻ വീണ്ടും ഇറങ്ങി, WPA2 ഇറങ്ങി. ഓക്കെ, ഇത് നമ്മൾ WPAനെ റീപ്ലേസ് ചെയ്തു. ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്കെന്താണ്? AES അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ ഹാഷിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന WPA2 ആണ്. ഓക്കെ, ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളും. യൂസർ നെയിമും നമ്മളൊരു നെറ്റ്വർക്കിന് വൈഫൈ പാസ്വേഡ് സെറ്റ് ചെയ്തു. ആ വൈഫൈ പാസ്വേഡിനെ പാസ്വേഡായിട്ട് സൂക്ഷിക്കുകയല്ല, അല്ലെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുകയല്ല, പകരം അതിൻ്റെ ഹാഷ് വാല്യൂ ആണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹാഷ് വാല്യൂ ആണ് നമ്മളുടെ ഡിവൈസും സൂക്ഷിച്ചു വെക്കുന്നത്. അതേപോലെ മറ്റൊരാൾ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കണക്റ്റ് ആകുമ്പോൾ അയാളുടെ ഫോണിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യും. എൻ്റർ കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഡിവൈസ് തന്നെ, ഓക്കെ, പുറത്തോട്ട് ആ പാസ്വേഡ് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് അത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് WEPയിലും അതേപോലെ WPAയിലൊക്കെ വരുന്നൊരു കാര്യം. എന്നാൽ WPA2ൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പാസ്വേഡ് അയാളുടെ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ഹാഷിലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, ഞാൻ പാസ്വേഡ് @123 എന്നാണ് പാസ്വേഡ് എങ്കിൽ ആ പാസ്വേഡ് @123 എന്തിലേക്ക് കൺവേർട്ട് ആവും? ഹാഷ് വാല്യൂവിലേക്ക് കൺവേർട്ട് ആവും. ഹാഷിൻ്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഷ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെറിറ്റ്. ഓക്കെ, ഹാഷ് വാല്യൂവിലേക്ക് മാറും. ഹാഷിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ വാല്യൂവിന് ഒരേ ഒരു യുണീക്ക് ആയിരിക്കും ഹാഷ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ പാസ്വേഡ് @123 എന്ന വേർഡിൻ്റെ ഹാഷ് വാല്യൂ യുണീക്ക് ആയിരിക്കും. അത് വേറെ ഏത് കൊടുത്താലും കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ഞാനെന്ത് ചെയ്യാം? ആ വാല്യൂ ആണ് ആക്സസ് പോയിന്റിൽ സൂക്ഷിച്ചു വെക്കുക. അതേപോലെ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ആക്സസ് പോയിന്റിലേക്ക് റൗട്ടറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ പാസ്വേഡ് @123 എന്ന് അടിച്ചാലും ആ പാസ്വേഡ് @123 അല്ല നെറ്റിലൂടെ സ്പ്രെഡ് ആവുക. എന്താ സ്പ്രെഡ് ആവുക? ഈ ഹാഷ് ആണ് സ്പ്രെഡ് ആവുക. ദെൻ ആക്സസ് പോയിന്റിലും ഹാഷ് ആയിട്ടാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ പാസ്വേഡ് എന്തായിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്? ഹാഷ് ആയിട്ടാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അതേപോലെ എൻ്റെ ഫോണിൽ നിന്ന് ഹാഷ്, ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഈ ഹാഷാണ് നെറ്റ്വർക്കിലേക്ക് പോകുന്നത്. ആരെ തേടി പോകുന്നത്? ആക്സസ് പോയിന്റിനെ തേടി പോകുന്നത്. ആക്സസ് പോയിന്റിനോട് ചോദിക്കും ഇതാണ് ഹാഷ്. അപ്പോൾ രണ്ടുപേരും ഹാഷ് വെച്ച് ഈക്വൽ ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഹാഷും ഈക്വൽ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? റൗട്ടർ ആ ഡിവൈസിന് IP കൊടുത്ത് അതിനെ കണക്റ്റ് ചെയ്യും. ഓക്കെ, രണ്ട് ഹാഷും ഈക്വൽ അല്ലെങ്കിൽ അവരെ IP കൊടുക്കില്ല, കണക്ഷൻ കൊടുക്കില്ല.
ഓക്കെ, ഇതിനെയാണ് നമ്മൾ WPA ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. WPA ഹാൻഡ് ഷേക്ക് മനസ്സിലായല്ലോ. രണ്ട് പേർക്കും റൗട്ടറാണ് പാസ്വേഡ് സൂക്ഷിച്ച് വെക്കുന്നത്. റൗട്ടറിൻ്റെ ഉള്ളിലാണ് പാസ്വേഡ് ഉള്ളത്. ആ പാസ്വേഡിനെ ഹാഷായിട്ട് റൗട്ടർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളുടെ കയ്യിൽ അതേ പാസ്വേഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പാസ്വേഡ് നമ്മുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഷ് വാല്യൂ ആണ് ഇൻ്റർനെറ്റ് എയറിലൂടെ സ്പ്രെഡായിട്ട് എങ്ങോട്ട് പോകുന്നത്, റൗട്ടറിനെ തേടി പോകുന്നത്. റൗട്ടറിൽ പോയിട്ട് ആ ഹാഷ് വാല്യൂ ഈക്വൽ ആണോ നോക്കും. റൗട്ടറിൻ്റെ കയ്യിൽ ഹാഷ് വാല്യൂ ഉണ്ട്, നമ്മുടെ കയ്യിലുള്ളൊരു ഹാഷ് വാല്യൂന് ഈക്വൽ ആണോ നോക്കും. ഒറിജിനൽ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ആ ഹാഷ് വാല്യൂ കിട്ടുള്ളൂ. ദെൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇവർ അറ്റാക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ലോഗിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു വൈഫൈയിലേക്ക് കണക്റ്റ് ആവുന്നത്. അതാണ് നമ്മൾ WPA2-ൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കുറച്ചും കൂടിയും സെക്യൂരിറ്റി കൂടി. കാരണം ഇനി ഒരാൾക്ക് ക്രാക്ക് ചെയ്താലും വൈഫൈന്ന് കണ്ടുപിടിച്ചാലും എന്താണ് കിട്ടുന്നുണ്ടാവുക, ഹാഷ് വാല്യൂ ആണ് കിട്ടുക. ഹാഷ് വാല്യൂവിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീകോഡ് ചെയ്യാനോ ഹാഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഹാഷിന് ഇല്ല. ഓക്കെ, അതുകൊണ്ട് അതിന് തിരിച്ചെടുക്കാനോ അതിൻ്റെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, അത് കുറച്ചുകൂടിയും സെക്യൂരിറ്റി കൂടുതലാണ്. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് WPA2 ആണ്. എന്നാൽ WPA3 ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. WPA3 മെയിൻലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എൻ്റർപ്രൈസുകളല്ല, കമ്പനീസുകളിലൊക്കെയാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, WPA3-ൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ കൂടി കുറച്ചും കൂടി എക്സ്ട്രാ സെക്യൂരിറ്റി മെക്കാനിസം എക്സ്ട്രാ ആഡ് ചെയ്യും. ഓക്കെ, അതാണ് WPA3-ൽ വരുന്നത്. ഓക്കെ, WPA3-ൽ WPA2-നേക്കാളും നമ്മൾ കുറച്ചുകൂടി ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വെബ് പേജ് എന്നൊക്കെ രീതിയിൽ കുറച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി നമ്മളെങ്ങനെ ഈ ഒരു അറ്റാക്ക് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഇതിനും ഒരു ഹാക്ക് ഫേസ് ഉണ്ട്. ഫസ്റ്റ് വയർലെസ് റെക്കഗ്നൈസൻസ്. സാധാ സ്റ്റെപ്പുകൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യം ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും, ആരാണ് എന്താണെന്നുള്ള ടാർഗറ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യും. ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്ന ഒരാളെ നമ്മുടെ ടാർഗറ്റ് നെറ്റ്വർക്ക് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. ചിലപ്പോൾ ഹിഡൻ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെ ഹിഡൻ നെറ്റ്വർക്ക് ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSID ബ്രോഡ്കാസ്റ്റിംഗ് ഡിസബിൾ ചെയ്യാം. അങ്ങനെയാണ് ഹിഡൻ നെറ്റ്വർക്ക് ആക്കുന്നത്. ചില വൈഫൈ നെറ്റ്വർക്കുകൾ നമുക്ക് ഹിഡൻ ആക്കാം, മറ്റാർക്കും കാണാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, വൈഫൈ ഉള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് ഹിഡൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ റൗട്ടറിൽ പോയിട്ട് റൗട്ടറിലെ സെറ്റിങ്സിൽ പോയിട്ട് SSID ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള കാര്യം ഡിസബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. SSID ബ്രോഡ്കാസ്റ്റിംഗ് ഡിസബിൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾക്കും അറിയാവുന്ന ആ വൈഫൈ ഉണ്ടെന്ന് അറിയുന്നവർക്ക് മാത്രമേ ആ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ വൈഫൈ ഓൺ ആക്കിയാലൊന്നും ആ വൈഫൈ കാണില്ല. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള നെറ്റ്വർക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വൈഫൈകളെ കണ്ടുപിടിക്കണം. അതാണ് ഐഡൻറ്റിഫൈ വൈഫൈ നെറ്റ്വർക്ക്. അതിൻ്റെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് നോക്കണം. ഈ വൾണറബിലിറ്റികളിൽ ഏതാണ്, WEP ആണോ WPA ആണോ, അതേപോലെ WPA2 ആണോ 3 ആണോ യൂസ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവിടെ എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. ദെൻ പിന്നെ വരുന്നൊരു വൾണറബിലിറ്റിയാണ് WPS എന്ന് പറയുന്നത്. ഓക്കെ, WPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ, ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് പാസ്വേഡ് കൊടുക്കാതെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടാവും. ഓക്കെ, മുമ്പത്തെ ഡിവൈസുകളിലൊക്കെ പഴയ റൗട്ടറുകളിലൊക്കെ അത് സ്വിച്ചായിട്ട് തന്നെ കൊടുക്കുമായിരുന്നു. ഓക്കെ, റൗട്ടറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു WBS ബട്ടൺ ഉണ്ടാവും. ഓക്കെ, മുമ്പ് അത് സ്വിച്ചായിട്ടേ ഉണ്ട്. ഇപ്പോൾ അതെന്താണ്, നമ്മൾ സിം ഇൻജക്ടറൊക്കെ പോലെ ഇൻജക്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യേണ്ട ബട്ടണാണ്. ഉള്ളിലാണ് ആ ബട്ടൺ കൊണ്ടേ വെക്കുക, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിലും റൗട്ടറിൽ എന്തുണ്ട്, ഒരു WPS ബട്ടണ് ഫിസിക്കലി ഉണ്ട്, അതേപോലെ വിർച്വലിയും ഒരു WPS ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഈ ഓപ്ഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WPS ഓപ്ഷൻ എനബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട, പകരം ഒരു പിൻ കോഡ് 4 അക്ക പിൻ കോഡ് ടൈപ്പ് ചെയ്താലും മതി. അങ്ങനെ ചില ഫാസ്റ്റ് ആയിട്ട് ഒരാൾക്ക് നെറ്റ്വർക്കിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ WPS പിന്ന് ഓൺ ആയിരിക്കും. അപ്പോൾ ടാർഗറ്റിൻ്റെ ഉള്ളിൽ WPS എനബിൾഡ് ആണോ നോക്കാം. ഓക്കെ, അത് അവർ ഡിസബിൾ ചെയ്തിട്ടില്ലെങ്കിൽ 4 അക്ക നമ്പറല്ലേ ഉള്ളൂ. 4 അക്ക നമ്പറൊക്കെ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്പറാണ്. ഓക്കെ, അപ്പോൾ പാസ്വേഡും ഉണ്ടാവും WPS ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ വിർച്വലിയുള്ള WPSൻ്റെ കാര്യമാണ് പറഞ്ഞത്. എന്തുമാത്രം ചെയ്താൽ മതി, ആ WPS എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയും നമുക്ക് ലോഗിൻ ചെയ്യാം. ആ 4 അക്ക പാസ്വേഡ് നമുക്ക് 000 മുതൽ വരാൻ സാധ്യത എവിടെയാണ്, 999. ഇനിയിപ്പോൾ 6 അക്ക നമ്പർ 8 അക്ക നമ്പർ ആണെങ്കിൽ പോലും 0000 മുതൽ 8 അല്ല 9 8 വരെ 8 അക്കം 9 നമ്പേഴ്സ് വരെ അല്ലേ മാക്സിമം വരാൻ സാധ്യതയുള്ളൂ.
ഓക്കെ 0000 മുതൽ 99999 8 നമ്പർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ WPS എനബിൾഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ അറിയണം. WPS ഉണ്ടോ, ഏതാണ് പ്രോട്ടോക്കോൾ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ രണ്ടും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് WEP, WPA, WPA2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈസിലി നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത മെത്തേഡ് എന്താണ്, ഈ പറഞ്ഞ പോലെ WPS ഓപ്ഷൻ വിർച്വലി ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്തിട്ടൊക്കെ അതും കണ്ടുപിടിക്കാം. ഇനി അത് ഫിസിക്കലി എനബിൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ ഉണ്ട്, റൗട്ടറിന് ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അത് ഫിസിക്കലിയാണ്. ആ റൗട്ടറൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത് താഴെയൊന്നും വെക്കരുത്. നമ്മൾ ചില ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ റൗട്ടറൊക്കെ അവരുടെ മേശപ്പുറത്തൊക്കെ തന്നെയായിരിക്കും. ഓക്കെ, ആ റൗട്ടറൊക്കെ എവിടെ വെക്കണം, അത് മുകളിൽ തന്നെ. വീട്ടിലൊക്കെ നമ്മൾ റൗട്ടറൊക്കെ വെക്കുമ്പോൾ എല്ലാവർക്കും ആക്സസിബിളായ സ്ഥലത്ത് വെക്കരുത്. ഓക്കെ, ആരെങ്കിലും വീട്ടിൽ കയറിയിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നെറ്റ്വർക്കിലേക്ക് എൻ്റർ കിട്ടും. ഓക്കെ, WPS ബട്ടൺ നെക്കി പിടിച്ച് കണ്ട് ഒരാൾ ആ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കയറി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, പാസ്വേഡൊന്നും ഇല്ലാതെ തന്നെ WPS ബട്ടൺ നെക്കി പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരാൾക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്കിലേക്ക് പാസ്വേഡ് ഇല്ലാതെ പെട്ടെന്ന് കയറാൻ പറ്റും. ഓക്കെ, അത് ഫിസിക്കൽ ബട്ടൻ്റെ കാര്യം. വിർച്വലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പിൻ കോഡ് ഉണ്ടെങ്കിൽ ആ ഒരു 8 നമ്പർ അല്ലെങ്കിൽ 8 നമ്പർ മാക്സിമം നമ്മൾ വൈഫൈയിലൊക്കെ 8 നമ്പറാണ്. 8 ഒരു പിൻ കോഡ് ഉണ്ടെങ്കിൽ അത് നമ്പർ ആയിരിക്കും. 8 നമ്പർ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ആ വൾണറബിലിറ്റിനെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്യുക, അതെങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഫൈനലി നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി SSID ഞാൻ പറഞ്ഞല്ലോ, വൈഫൈൻ്റെ നെയിമിനെയാണ് നമ്മൾ SSID എന്ന് പറയുന്നത്. അത് മാക്സിമം 32 ക്യാരക്ടർ ലോങ്. ഓക്കെ, സർവീസ് സെറ്റ് ഐഡൻറ്റിഫയർ എന്നാണ് അതിനെ പറയാം. ചുരുക്കി പറഞ്ഞാൽ നെറ്റ്വർക്ക് നെയിമാണത്, വൈഫൈൻ്റെ നെയിം. നമ്മൾ RT Zone at 123. ഓക്കെ, ആ വൈഫൈൻ്റെ പേരിനെയാണ് നമ്മൾ SSID എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ വൈഫൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിന് നമ്മൾ ആക്സസ് പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, വൈറസ് സിഗ്നൽസ് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡിവൈസിന് നമ്മൾ ആക്സസ് പോയിൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അവർ യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഡിയോ പ്രോട്ടോക്കോളാണ് IEEE 802.11 പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ചുരുക്കി നമുക്കറിയാവുന്ന ഭാഷയിൽ വൈഫൈ എന്ന് പറയുന്നത്. റേഡിയോ സിഗ്നൽസ് ആയിട്ടാണ് അത് അയക്കുന്നത്. ആ സിഗ്നലാണ് ഇത്, ഈ ഒരു പ്രോട്ടോക്കോളാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ്വർക്കിങ്ങിലൊരു കോൺസെപ്റ്റാണ്. ഈ രീതിയിലുള്ള പ്രോട്ടോക്കോളൊന്നും നമ്മൾ സൈബറിൽ നോക്കാറില്ല. അതൊക്കെ നെറ്റ്വർക്കിങ്ങിലാണ് ഈ ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ആ പ്രോട്ടോക്കോളിന് പറയുന്ന പേര് വൈഫൈ എന്നാണ്. ദെൻ ടൂളുകളൊക്കെ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇനി വൈഫൈ പെൻ ടെസ്റ്റിംഗ് നമ്മൾ എവിടെയാണ് നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത് എന്നുള്ളത്. ഒരു കമ്പനിയിൽ വൈഫൈ പെൻ ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യം എന്താണ്? വൈഫൈ പെൻ ടെസ്റ്റിംഗ് നോർമലി നമ്മളാരും അങ്ങനെ കോമൺലി നടത്തുന്ന ഒന്നുമല്ല. എന്നാൽ ഇത് നടത്തുന്നൊരു സ്ഥലമുണ്ട്. അത് മെയിൻലി ഇതിൻ്റെ ജോബ് സാധ്യതയും വരുന്നത് ഇവിടെയാണ്. മാനുഫാക്ചറിങ് കമ്പനീസ്, വൈഫൈ റൗട്ടറുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിൽ അവർ റൗട്ടറൊക്കെ ക്രിയേറ്റ് ചെയ്ത്, വൈഫൈ റൗട്ടറുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലാതെ ക്ലയൻസിന് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര സെക്യൂർ ആക്കിയാലും നമ്മളുടെ വൈഫൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ റൗട്ടർ, ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ, അത് ആർക്കും ആക്സസിബിൾ ആവുന്ന രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിന് വിധേയമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറ്റാക്കുകളെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ റൗട്ടർ അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾക്ക് പ്രോപ്പറായ സെക്യൂരിറ്റി കൊടുക്കണം. പോരാത്തതിന് വയർലെസ് ഡിവൈസുകൾക്കും നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ സെക്യൂരിറ്റി കൊടുക്കണം. ഓക്കെ, അങ്ങനെ സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് ഇങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മാക്സിമം ഇല്ലാതാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന വയർലെസ് പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അതേപോലെ വലിയ വലിയ കമ്പനീസിലൊക്കെ വയർലെസ് പെൻ ടെസ്റ്റിംഗ് നടത്താറുണ്ട്. കാരണം അവർക്കറിയണം എംപ്ലോയീസിൽ ആരെങ്കിലുമൊക്കെ വൈഫൈ പാസ്വേഡ് അപ്പുറത്തുള്ളവന് കൊടുക്കുന്നുണ്ടോ, ആരെങ്കിലും നമ്മളെ വൈഫൈ നെറ്റ്വർക്കിലേക്ക് കയറുന്നുണ്ടോ, ഇത് ചെക്ക് ചെയ്യണം. നമ്മുടെ വൈഫൈ പാസ്വേഡ് ആ കമ്പനിയിൽ നിന്ന് പോയ ഒരു എംപ്ലോയിക്ക് ആ വൈഫൈ പാസ്വേഡ് അറിയാൻ പറ്റും. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകൾ ആരെങ്കിലും അതിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്പനീസിലൊക്കെ WPA3 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യും? പാസ്വേഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാലും ആ എംപ്ലോയിനെ പാസ്വേഡ് 2 പാസ്വേഡ് ഉണ്ടാവും. ജസ്റ്റ് വൈഫൈ പാസ്വേഡ് മാത്രമല്ല, അതിലേക്ക് ഓതൻറ്റിക്കേഷൻ വീണ്ടും കുറേ പാസ്വേഡ്, എക്സ്ട്രാ സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലുള്ള ആളുകൾക്ക് മാത്രമേ അത് പാസ്സാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഓതൻറ്റിക്കേഷൻ കിട്ടത്തുള്ളൂ. എങ്കിലും കമ്പനിയിൽ എന്ത് ചെയ്യും? ഈ ചെക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കും.
ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ആരെങ്കിലും കയറുന്നുണ്ടോ, ഇതേപോലെ ഇൻറ്റേർണൽ ത്രെഡ് ആർക്കെങ്കിലും പുറത്തുള്ള ആളുകൾക്ക് പാസ്വേഡ് കൊടുത്തോ, ഓക്കെ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള അപ്പുറത്തെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഇരുന്ന് ആരെങ്കിലും നമ്മുടെ വൈഫൈ എടുക്കുന്നുണ്ടോ, വൈഫൈ നെറ്റ്വർക്ക് വഴി നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് നോക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളിവിടെ ചെക്ക് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വയർലെസ് പെൻ ടെസ്റ്റിംഗ് നടത്തുന്നത്. മാത്രമല്ല മാനുഫാക്ചറിങ് കമ്പനീസിൽ ഈ ഡിവൈസുകളൊക്കെ സെക്യൂർ ആണോ എന്നറിയാനും വയർലെസ് പെൻ ടെസ്റ്റിംഗ് നടത്തും. ഓക്കെ, ദെൻ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ വൈഫൈ അഡാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. വൈഫൈ അഡാപ്റ്റർ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. നമ്മളുടെ വിർച്വൽ ബോക്സിൻ്റെ ഉള്ളിൽ USB എന്ന് പറഞ്ഞ സെറ്റിങ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വിർച്വൽ ബോക്സ് കോൺഫിഗർ ചെയ്ത സമയത്ത് അതിൽ USB എന്ന് പറഞ്ഞ സെക്ഷനിൽ USB നമ്മളുടെ വിർച്വൽ ബോക്സിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മളുടെ കാലി ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെയും കാണുന്നില്ല. ഓക്കെ, നമ്മൾ വിർച്വൽ ബോക്സിൻ്റെ സെറ്റിങ്സിൽ USB എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ ആ USB-ൽ 3.0 അത് സെലക്ട് ചെയ്യാം. ദെൻ റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ ഉണ്ടാവും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അഡാപ്റ്ററോ പെൻ ഡ്രൈവോ എന്തും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാലിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ USB-ൽ പോയിട്ട് റൈറ്റ് ബട്ടണിൽ പ്ലസ് ബട്ടൺ ഉണ്ടാവും. ആ പ്ലസ് ബട്ടൺ കൊടുത്തിട്ട് ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിർച്വൽ ബോക്സിൻ്റെ മുകളിൽ, അതെന്ന് പറഞ്ഞാൽ കാലി റൺ ചെയ്യുമ്പം കാലിൻ്റെ മുകളിൽ നിങ്ങളുടെ മെനു കാണുന്നുണ്ട്. ഫയൽ, മെഷീൻ, വ്യൂ, ഇൻപുട്ട്, ഡിവൈസ് എന്ന് പറഞ്ഞ് മെനു കാണുന്നുണ്ട്. അതിൽ ഡിവൈസസിൻ്റെ ഉള്ളിൽ USB-ൽ പോയി കഴിഞ്ഞാൽ ആ അഡാപ്റ്ററിൻ്റെ പേര് അവിടെയും കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ആ അഡാപ്റ്ററിൻ്റെ പേര് അവിടെയും ഉണ്ടാവും. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ആ അഡാപ്റ്റർ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം, ഓണാക്കി കൊടുക്കണം, ടിക്ക് കാണിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ആ അഡാപ്റ്റർ ഇവിടെ എടുക്കുന്നുണ്ടാവുള്ളൂ. ജസ്റ്റ് USB-ൽ പോവാം. നമ്മുടെ സ്ക്രീനിൽ, കാലിൻ്റെ സ്ക്രീനിലുണ്ടാവും മുകളിൽ ഡിവൈസസിൽ USB-ൽ ആ അഡാപ്റ്റർ കാണിക്കും. അത് ഒരു ടിക്ക് ചിഹ്നം വരും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിവിടെ ആ വൈഫൈ എടുത്തത് ഇവിടെ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എന്തുണ്ട്, വൈഫൈ ഉണ്ട്. ജസ്റ്റ് വൈഫൈ ഉണ്ടോയെന്നറിയാം. ജസ്റ്റ് IW കോൺഫിഗ്, നമ്മൾ സാധാരണ IF കോൺഫിഗാണ് അടിക്കാറ്. ഇവിടെ നമ്മൾ IW കോൺഫിഗ് എന്ന് അടിക്കാം. ഓക്കെ, IW കോൺഫിഗ് എന്ന് അടിച്ചപ്പോൾ എനിക്ക് പുതിയൊരു ഇൻ്റർഫേസ് കാണിച്ചു തരുന്നുണ്ട്. WLAN 0 എനബിൾഡ് ആണ്. മാത്രമല്ല എനിക്കിവിടെ SSID കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് എൻ്റെ SSID. വൈഫൈൻ്റെ പേര് RTZone15G. ഓക്കെ, വൈഫൈൻ്റെ നിക്ക് നെയിം ഉണ്ട്. ഇതിനൊരു നിക്ക് നെയിം, ഇതെൻ്റെ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ഒരു പേരാണ്. ജസ്റ്റ് ഒരു നിക്ക് നെയിം ഉണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, മോഡ് മാനേജ്ഡ്. ഓക്കെ, മോഡ് മാനേജ്ഡ് എന്ന് കാണുന്നുണ്ട്. ഒരു വൈഫൈ അഡാപ്റ്ററിന് 2 മോഡാണ് ഉള്ളത്. മെയിൻലി നമ്മൾ കാണുന്നത് മാനേജ്ഡ് മോഡായിരിക്കും. നമ്മളെല്ലാ ഡിവൈസിലും നമ്മൾ വൈഫൈ മോഡ് കാണാം. കാരണം മാനേജ്ഡ് മോഡ്, പിന്നുള്ളതാണ് ഓട്ടോ മോഡ്, പിന്നുള്ളത് മോണിറ്റർ മോഡ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് മാനേജ്ഡ് മോഡും മോണിറ്റർ മോഡും. മാനേജ്ഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ വൈഫൈനെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം, വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ കണക്ട് ചെയ്യാം, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഹോട്ട്സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ വൈഫൈ ആക്സസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്ഡ് മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ മൊബൈലിലും ഒക്കെ ഉള്ളത് ഏത് മോഡാണ്,
മാനേജ്ഡ് മോഡായിരിക്കും ഡീഫാൾട്ട്. കാരണം വൈഫൈ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മോഡ്. എന്നാൽ മറ്റൊരു മോഡ് കൂടിയുണ്ട്, മോണിറ്റർ മോഡ്. അത് പെൻ ടെസ്റ്റേഴ്സിനെ അറിയുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനെ അറിയുള്ളൂ, അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാനും പറ്റുള്ളൂ. മോണിറ്റർ മോഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ട്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, സറൗണ്ട്സിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, പെൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡാണ് മോണിറ്റർ മോഡ് എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ഫോണിലും ഒക്കെ വയർലെസ് ഉണ്ട്, വൈഫൈ ഉണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഏതാണ്, മാനേജ്ഡ് മോഡാണ്. എന്നാൽ മോണിറ്റർ മോഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള നെറ്റ്വർക്കുകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് ഏകദേശം ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെയും മറ്റു നെറ്റ്വർക്കുകൾ കാണാൻ പറ്റും. ഇവിടെ അവൈലബിൾ നെറ്റ്വർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഓരോന്നിൻ്റെയും നെറ്റ്വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അവരുടെ SSID നെയിം മാത്രമേ കാണുള്ളൂ. എന്നാൽ നമ്മൾ മോണിറ്റർ മോഡിലേക്ക് ആക്കുമ്പോൾ അവരുടെ അപ്ഡേറ്റ്, ഓരോ ടൈമിലെയും അപ്ഡേറ്റ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതേപോലെ അവരുടെ BSSID, ഓക്കെ, SSIDയുടെ മാക് അഡ്രസ്സിനെയാണ് നമ്മൾ BSSID എന്ന് പറയാം. SSIDയുടെ മാക് അഡ്രസ്സിനെയാണ് എന്ന് പറഞ്ഞാൽ RT-Zone 1 5G എന്ന് പറയുന്ന ആക്സസ് പോയിൻറ്റിൻ്റെ മാക് അഡ്രസ്സിനെയാണ് നമ്മൾ BSSID എന്ന് പറയാം. ഓക്കെ, നമുക്ക് അവരുടെ BSSID കാണാൻ പറ്റും. അങ്ങനെ കുറേ ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാ കാണാൻ പറ്റും. അതുപോലെ ഹിഡൻ നെറ്റ്വർക്കുകളെയും കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SSID ബ്രോഡ്കാസ്റ്റിംഗ് ഡിസബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ നെറ്റ്വർക്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് നെറ്റ്വർക്കിനെ കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ മോണിറ്റർ മോഡിലാക്കി കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ആ നെറ്റ്വർക്കിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ആ നെറ്റ്വർക്കിലേക്ക് മോണിറ്റർ മോഡിലേക്ക് മാറ്റണം. ഓക്കെ, മോണിറ്റർ മോഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് ടൂളുകൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. AeroDump-ng, AirCrack-ng, ഇവരുടെ ടൂളുകൾ നമ്മൾ ഇൻസ്റ്റാൾ ആയിരിക്കണം. AirCrack-ng ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മൊത്തം ഇൻസ്റ്റാൾ ആയിക്കോളും. AirCrack-ng, AirPlay-ng, AirMon-ng, AeroDump-ng, ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു ടൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് APT ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഇൻസ്റ്റാൾ ആയിക്കോളും. ഡീഫാൾട്ട് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, മാനേജ്ഡ് മോഡിനെ മോണിറ്റർ മോഡിലേക്ക് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ അത് മാനേജ്ഡ് മോഡിലാണ്, അതുകൊണ്ട് നമുക്കത് നോർമൽ വൈഫൈ പോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈഫൈയിൽ ഞാനിപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, അതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇത് മോണിറ്റർ മോഡിലേക്ക് ആക്കണം. ഓക്കെ, അതെങ്ങനെയാക്കാം എന്നുള്ളതാണ്. ഒന്ന്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് AirMon-ng ചെക്ക് കിൽ. ഓക്കെ, ഇങ്ങനെ ഒരു ടൂൾ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. AirMon-ng ചെക്ക് കിൽ. ഓക്കെ, ഈ ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാം. ഇനി നോക്കാം, നമുക്കിവിടെ വൈഫൈ അഡാപ്റ്റർ, ഓക്കെ, കാണാനില്ല, ജസ്റ്റ് വൈഫൈ അഡാപ്റ്റർ റണ്ണിങ് പോയി. നമുക്ക് IW കോൺഫിഗ് അല്ലെങ്കിൽ ഒരു മെത്തേഡും കൂടിയുണ്ട്. ഓക്കെ, WLAN 0 അഡാപ്റ്ററിൻ്റെ ഇഷ്യൂ ആണ്, അഡാപ്റ്റർ ഇവിടെ വർക്കിംഗ് ആയില്ല, അത് മോണിറ്റർ ആവും. ഓക്കെ, മോണിറ്റർ മോഡിലേക്ക് ഇത് മാറും. നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് IW കോൺഫിഗിൻ്റെ തന്നെ വേറൊരു കീ ഉണ്ട്. IW കോൺഫിഗ് മോഡ് മോണിറ്റർ, IW കോൺഫിഗ് മോഡ് മോണിറ്റർ WLAN 0. ഓക്കെ, ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, AirMon-ng ചെക്ക് കിൽ. നമുക്ക് ഒരു അഡാപ്റ്റർ ഉള്ളതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആകെ ഒരു വൈഫൈ അഡാപ്റ്റർ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇത് ഇത്ര കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ WLAN 0 ഇൻ്റർഫേസിൻ്റെ പേര് കൂടി കൊടുക്കണം. AirMon-ng ചെക്ക് കിൽ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് മോണിറ്റർ മോഡിലേക്ക് ആവാം. ഓക്കെ, അതൊരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആ ടൂളൊന്നും യൂസ് ചെയ്യേണ്ട, ഓൾറെഡി ഉള്ള IW കോൺഫിഗ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോഡ് മോണിറ്ററിലേക്ക് മാറാൻ പറ്റും. IW കോൺഫിഗ്. ഓക്കെ, മോഡ് നോക്കേ, മോണിറ്റർ മോഡിലേക്ക് മാറി. ഓക്കെ, ഇപ്പം എൻ്റെ മോഡ് മോണിറ്റർ മോഡിലേക്ക് മാറി.
ഇത് കൊടുത്താൽ മാത്രമേ മാറുള്ളൂ. ഡീഫോൾട്ടായിട്ട് എപ്പോഴും മാനേജ്ഡ് മോഡിലായിരിക്കും. ദെൻ ഞാൻ ഇനി നോക്കുമ്പോൾ അവൈലബിൾ നെറ്റ്വർക്ക് എനിക്ക് കിട്ടില്ല. കാരണം ഇതെനിക്ക് നെറ്റ് എടുക്കാനുള്ള വൈഫൈ അല്ല. എൻ്റെ വൈഫൈ അഡാപ്റ്ററിനെ ഞാനിപ്പോൾ എന്താക്കി, മോണിറ്റർ മോഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഇപ്പോൾ നോർമൽ പർപ്പസ് അല്ല, അല്ലെങ്കിൽ നോർമൽ യൂസ് അല്ല ഇനി എനിക്കിവിടെ നടക്കാൻ പോകുന്നത്. ദെൻ ഇനി എനിക്ക് എന്ത് ചെയ്യണം, ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള നെറ്റ്വർക്കിനെ കാണണം. അതിനുവേണ്ടി ഞാൻ കൊടുക്കുന്നതാണ് എയറോ ഡംബെഞ്ചി WLAN 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ സറൗണ്ട്സിൽ ഇപ്പോൾ നടക്കുന്ന സറൗണ്ട്സിലുള്ള നെറ്റ്വർക്കുകൾ എനിക്കിവിടെ കാണാൻ പറ്റും. സ്കാൻ ചെയ്യും, ടൈം എടുക്കും. ഓക്കെ, ചുറ്റുവട്ടത്തിലുള്ള ഏതൊക്കെ നെറ്റ്വർക്കുകളുണ്ട് എന്നെനിക്കിവിടെ കാണാൻ പറ്റും. നേരത്തെ നമ്മളിവിടെ കൊടുത്തിട്ട് കാണുന്നതിനേക്കാൾ നെറ്റ്വർക്ക് എന്തുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വൈഫൈ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലോഡ് ചെയ്യാം, സമയമെടുക്കും. മൊത്തം ചുറ്റുവട്ടത്തുള്ള മൊത്തം വൈഫൈയും വരണമെന്നുണ്ടെങ്കിൽ അധികം ടൈം എടുക്കും. ഇവിടെ ചില സമയത്ത് പേരുകളൊക്കെ കാണുന്നുണ്ടാവും. അത് ചില ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അതിലവർ യൂസ് ചെയ്തിരിക്കുന്ന നെയിമുകളായിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇവിടെയാണ്, ഇങ്ങോട്ടല്ല, ഇവിടെ. ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഡിവൈസുകളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതെല്ലാം ഒന്നും ഉണ്ടാവില്ല, മുഴുവൻ എക്സ്പോസ്ഡ് ആവുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് കണ്ടോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് സ്ക്രീൻ ചെറുതാക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണാത്തതുകൊണ്ടാണ്. കണ്ടോ, ഞാനത് വലുതാക്കുമ്പോൾ ആ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതെന്താണ്, ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന നെറ്റ്വർക്കുകൾ, ഇതാണ് ആക്സസ് പോയിൻറ്റുകൾ. ആ ആക്സസ് പോയിൻറ്റുകൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് നമ്മൾ ഇവിടെ താഴെ കാണുന്നത്. ഓക്കെ, ഏതൊക്കെ ഡിവൈസുകളുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ താഴെ കാണുന്നത്. അപ്പോൾ എയറോ ഡംബെഞ്ചി WLAN 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ടിങ്സിലുള്ള ഡിവൈസുകളും നെറ്റ്വർക്കുകൾ, ആക്സസ് പോയിൻറ്റുകളെ കാണാം. താഴെ ഇവിടെ കാണുന്ന എന്താണ്, ആ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആക്സസ് പോയിൻറ്റുകൾ അല്ല ഡിവൈസുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ C8 എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഹിഡൻ നെറ്റ്വർക്കാണ്, കാരണം ഇവിടെ പേര് കാണുന്നില്ല. ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ 20 RT സോൺ 2 and 3 5G 20യിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ RT സോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന എത്ര ഡിവൈസുകൾ RT സോൺ 2 and 3യിൽ കണക്ട് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, 4 ഡിവൈസുകൾ അവിടെ RT സോൺ 2 and 3 എന്ന് പറയുന്ന 4G 2 and 3 4Gയിലാണ്. 2 and 3 4Gയിൽ 4 ഡിവൈസിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ആ BSSID ഇവിടെ കാണുന്നുണ്ട്. സ്റ്റേഷൻ എന്ന് കാണുന്നത് പിന്നെ ഡിവൈസുകളെയാണ്, ഡിവൈസുകളുടെ MAC അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഡിവൈസുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 and 3 4Gയിൽ ഇത്രയും ഡിവൈസുകൾ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നുകൊണ്ട് ആ നെറ്റ്വർക്കിൽ നമ്മൾ കണക്റ്റ് ആവാതെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ചുറ്റുവട്ടത്തുള്ള നെറ്റ്വർക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഹിഡൻ നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് പേരൊക്കെ മാറിയിട്ട് ഹിഡൻ നെറ്റ്വർക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഫുള്ളി അനലൈസ് ചെയ്യാം. BSSID എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് എത്ര ദൂരത്തിലാണ് നമ്മളുടെ റൗട്ടറിൽ നിന്ന് എത്ര അകലമാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, റൗട്ടറിൽ നിന്ന് എത്ര അകലമാണ് ആ ഒരു നെറ്റ്വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് ഇത് മൈനസിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗട്ടറിൻ്റെ അളവ് നോക്കുന്നത്, റൗട്ടറിനെ എങ്ങനെ കണക്കാക്കുന്നത്, റൗട്ടറിനെ ഒരു സെൻട്രൽ പോയിൻ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് വൈഫൈ കിട്ടുന്നത്. ഓക്കെ, വട്ടത്തിൽ ഒരു റൗട്ടർ സെൻട്രൽ ഡിവൈസ് ആയിരിക്കും, അതിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് വൈഫൈ, അതിൻ്റെ ഉള്ളിലായിരിക്കണം, ഒരു റൗണ്ടിലായിരിക്കണം നമ്മൾ വൈഫൈ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന റൗട്ടറിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു -40 റേഞ്ചിൽ വരുന്നത്.
ഓക്കെ, -40 റേഞ്ചിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ -13ൻ്റെയും അല്ലെങ്കിൽ ഒരു -50 ആ ഒരു റേഞ്ചിൽ വരുന്നതായിരിക്കും നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, RT-Zone 1 5G ഒരു -48 റേഞ്ചിൽ കാണും എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും സ്ട്രോങ് നെറ്റ്വർക്ക് ഏതാണ്? 40 റേഞ്ചസിൽ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്. അതാണ് ഞാൻ RT-Zone 1 5Gയിൽ ഞാനും കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്? അകലുള്ളതാണ്, മൈനസിലേക്ക് പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൈനസിലേക്ക് പോയാലോ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് കയറിയാലോ ഒക്കെ എന്താണ്? മേലോട്ടും താഴോട്ടൊക്കെ കയറിയാലോ അത് നമ്മളുടെ ഡിവൈസിൽ നിന്ന് കുറച്ച് അകലെയാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതേപോലെ ഇവിടെ RT-Zone 1 2.4 എത്ര? -47 ആണ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ അടുത്താണ്. 49 50 അതൊക്കെ നമ്മളുടെ റേഞ്ച് നമ്മളുടെ അടുത്താണെന്നുള്ളതാണ്. ബാക്കിയൊക്കെ നോക്കിയാൽ ബാക്കിയൊക്കെ നമ്മളിൽ നിന്ന് അകലമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ബാക്കി ഏത് ഡിവൈസും നമുക്ക് ആക്സസ് നെറ്റ് കിട്ടാൻ കുറച്ച് അകലമാണ്, ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒരു ഡിവൈസ് എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് RT-Zone 2 ഈ കാണുന്ന 30 എന്ന് കാണുന്ന എവിടെയാണ്? ഇതാ ഇവിടെ 20 ഓക്കെ 86. അപ്പോൾ ഇവിടെ കാണുന്നതാണ് RT-Zone 1 5G. RT-Zone 1 5Gയുടെ റൗട്ടർ എവിടെയെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ദെൻ നമ്മൾ BS സൈഡ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അയാളുടെ ലൊക്കേഷൻ, ഏകദേശം അയാൾ എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ്? -83. ആ റൗട്ടറിൽ നിന്ന് കുറേ അകലെയാണ് ഇയാൾ എന്ന് പറഞ്ഞാൽ ആ റൗട്ടർ വെച്ച സ്ഥലം നമുക്കറിയാം. അപ്പോൾ ആ പരിസരത്തൊന്നുമല്ല അയാൾ നിൽക്കുന്നത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ചുകൂടി അകലെയുള്ളൊരു സ്ഥലത്താണെന്നുള്ളത് നമുക്ക് ഈ -88 വെച്ചിട്ട് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ജസ്റ്റ് കോമൺ തിങ്സ് ഇവിടെ വരുന്നുണ്ട്. ദെൻ അതാണ് പവർ കൊണ്ട് ഉദ്ദേശിച്ചതാണ്. ബീക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീക്കൺസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബീക്കൺസും ഡാറ്റയൊക്കെ. ബീക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് പോയിൻറ്റും റൗട്ടറും തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് നടത്തും, നമ്മുടെ ഡിവൈസും ആക്സസ് പോയിൻറ്റും തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പാക്കറ്റുകളെയാണ് ബീക്കൺ പാക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബീക്കൺ പാക്കറ്റ്സുകൾ മൂവ് ചെയ്യുന്ന എവിടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിലെവിടെയാണ് ഏറ്റവും കൂടുതൽ വൈഫൈ യൂസ് ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ വൈഫൈ കമ്മ്യൂണിക്കേഷൻസ് എവിടെ വരുന്നത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വൈഫൈ കമ്മ്യൂണിക്കേഷൻസ് വരുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വൈഫൈ യൂസ് ചെയ്യുന്നിട്ടുണ്ടാവുക. ഓക്കെ, അതേപോലെ ഡാറ്റൻ്റെ സ്ഥലത്ത് കൂടുതലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഡാറ്റാസ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബീക്കൺസ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ? ആക്സസ് പോയിൻറ്റും ഡിവൈസും തമ്മിലുള്ള മെസ്സേജ് കമ്മ്യൂണിക്കേഷൻസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് നമുക്ക് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാറ്റ യൂസ് ചെയ്യുന്നത് ആരാണ്? ഒരു വീട്ടിൽ 2-3 വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും ഏറ്റവും കൂടുതൽ വൈഫൈ യൂസ് ചെയ്യുന്നത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അവർ ഏത് വൈഫൈയാണ് യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഡാറ്റ മൂവ്മെൻറ്റ് ഇവിടെ ഇപ്പോൾ ആരും അധികം ഡാറ്റയൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആരെല്ലാവരും കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇങ്ങനെ കൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും, വലിയൊരു എമൗണ്ടൊക്കെ ആവും ഡാറ്റ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ പിന്നെ വരുന്ന ഒന്നാണ് ചാനൽസ്. ഓക്കെ, ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആക്സസ് പോയിൻറ്റുകളിലൊക്കെ പഴയതിലൊക്കെ ഇതൊക്കെ പഴയതിലൊക്കെ അത് കുറവായിരിക്കും, പുതിയതിലൊക്കെ ചാനൽസിൻ്റെ എണ്ണം കൂടുതലാണ്. റൗട്ടറിൻ്റെ ഫാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് റൗട്ടറിൻ്റെ ഉള്ളിൽ ഒരുപാട് ചാനൽസ് സെറ്റ് ചെയ്യും. മൾട്ടി പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് റൗട്ടറിൻ്റെ ഉള്ളിൽ ചാനൽസ്. ഉദാഹരണം ആലോചിച്ച് നോക്കിയാൽ നമ്മൾ 200 പേരും ഒരേ വൈഫൈ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 പേരുടെ റിക്വസ്റ്റും അതേ വൈഫൈ റൗട്ടർ തന്നെ മാനേജ് ചെയ്യുമ്പോൾ ഒരേ ചാനൽ വഴി പോകുമ്പോൾ അവിടെ കൊളീഷൻ നടക്കും. അപ്പോൾ ആ റിക്വസ്റ്റുകൾ പല ചാനൽ വഴി പോകാൻ വേണ്ടിയിട്ട് റൗട്ടറിൻ്റെ ഉള്ളിൽ പല ചാനൽസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ റിക്വസ്റ്റും ഈ ചാനലുകൾ വഴി പല ചാനലുകൾ വഴി പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കും. ഇപ്പോൾ റൗട്ടറിൽ ഇൻ്റർനെറ്റ് ആക്ടിവിറ്റി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ റൗട്ടറുകളിലൊക്കെ ചാനൽസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, നമ്മുടെ ഫോണൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ചാനൽസ് നോക്കിയിട്ട് വാങ്ങണം, നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ചാനൽസ് അതിൻ്റെ ഉള്ളിലുണ്ട്, 5G ചാനൽ എത്രത്തോളം ഉണ്ട്. ഓക്കെ, 4 കൊല്ലം മുന്നേക്ക് ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ 5G ഫോണുകൾ ഇഷ്ടംപോലെ ഇറങ്ങുമായിരുന്നു, പക്ഷേ ചാനൽസിൻ്റെ എണ്ണം ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ. നോർമൽ ഒരു ഫോണിൽ ഒരു 5-8 ചാനൽസ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മുമ്പൊക്കെ 5G ഫോണാണെന്നും പറഞ്ഞ് ഇറക്കുന്നത് ഒരൊറ്റ ചാനൽ വെച്ചിട്ട് ഇറക്കും. ഓക്കെ, ആ ഫോണുകളൊക്കെ ഇപ്പോൾ 5G യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ഒരു ഫാസ്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇറങ്ങുന്ന 5G ഫോണുകളിലൊക്കെ 8-10 ചാനൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചാനൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ചാനൽസ് ഉണ്ടോ അത്രത്തോളം നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഫാസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ചാനലിൻ്റെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ദെൻ അവർ നടത്തുന്ന MBയിൽ അവർ നടത്തുന്ന ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സൈസാണ് ഇവിടെ കാണിച്ചു തരുന്നത്. പിന്നെ അവർ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ WPA2 ആണോ WPA3 ആണോ പറഞ്ഞാൽ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഏതാണ് WPA2 ആണ്.
ഓക്കെ, WPA2 ആണ്. WPA3 ഉണ്ട്, പക്ഷേ അതൊക്കെ എൻ്റർപ്രൈസ് കമ്പനികളിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന WPA2 ആണ്. അവർ യൂസ് ചെയ്തിരിക്കുന്ന സൈഫർ, WPA2 യൂസ് ചെയ്തിരിക്കുന്ന സൈഫർ CCMP എന്ന് പറയുന്ന സൈഫറാണ്. എന്ന് പറഞ്ഞാൽ ഹാഷിംഗ് ആണ്. ഓക്കെ, ഓതൻറ്റിക്കേഷൻ മെത്തേഡ്, പാസ്വേഡ് വെച്ചിട്ടുള്ള ഓതൻറ്റിക്കേഷൻ മെത്തേഡ് ആണെങ്കിൽ അവിടെ PSK എന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ പാസ്വേഡ് എടുത്ത് ഓപ്പൺ അല്ല, അവിടെ ഓതൻറ്റിക്കേഷൻ മെത്തേഡ് ചില സമയത്ത് ഓപ്പൺ എന്ന് കാണിക്കും. എന്ന് പറഞ്ഞാൽ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഓപ്പൺ എന്ന് കാണിക്കും, അല്ലെങ്കിൽ അവിടെ PSK എന്ന് കാണിക്കും. പാസ്വേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് PSK ആയിരിക്കും. ഓക്കെ, ദെൻ SSID നമുക്കറിയാം, വൈഫൈൻ്റെ പേര് ഇവിടെ കാണിക്കും. ഇതാണ് നോർമലി നമുക്കെന്ത് ഈ പറയുന്ന ഒരു SSID, നമ്മൾ എയറോഡംബെഞ്ചി അടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വെച്ചിട്ട് നമ്മൾ ടാർഗറ്റ് ആറ് ഹിഡൻ നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഹിഡൻ നെറ്റ്വർക്കും ഇവിടെ കാണിച്ചു കേട്ടോ. ഇവിടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പലിൻ്റെ ഉള്ളിലായിട്ട് ആ നെറ്റ്വർക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നോർമലി ഒരു വൈഫൈ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് നോർമലി പുറമേ നിന്ന് സ്കാൻ ചെയ്താൽ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ താഴെ കാണുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഓരോ BSSIDയും ആ BSSIDയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളുടെ MAC അഡ്രസ്സാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അവർ എത്രത്തോളം അകലാണ്, അവരിൽ ആരെങ്കിലും ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഇവിടെ ഒരാൾ നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അത് അയാളുടെ BSSID എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ല, അയാൾ നല്ലപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. 0099 എന്ന് പറയുന്ന ഈ ഡിവൈസും ഇവരും അവരെന്തൊക്കെയോ B4, സോറി നമുക്ക് ചെറുതാക്കിയേ കാണാൻ പറ്റുമത്, അതിങ്ങനെ എക്സ്ട്രാക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, B4 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഏഷ്യനെറ്റ് ഫൈബർ, ആ നെറ്റ്വർക്കിൽ കയറി കൂടി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട്. ബീക്കോൺസ് പാക്കറ്റ്, ഈ പാക്കറ്റ്സുകളിലെ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ഡിവൈസിൽ. ഈ ഡിവൈസുകാരൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി ഡൗൺലോഡിംഗ് ഒക്കെ ആയിരിക്കാം, നല്ലപോലെ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു നെറ്റ്വർക്കിൽ നല്ലപോലെ കമ്മ്യൂണിക്കേഷൻസ് പോകുന്നുണ്ട്. ഇത് നല്ല ഫാസ്റ്റായിട്ട് പോകും. എൻ്റെ ലാപ്പിൽ ഇത് ഹാങ് ആയിട്ടാണ് കാണുന്നതെങ്കിലും ഇത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇത് റൺ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ഇവിടുത്തെ പവർ ഇതൊക്കെ ഇവിടെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇൻ്റർഫേസ് ഡൗൺ ആവുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഇൻ്റർഫേസ് ഡൗൺ, പ്രോപ്പറായിട്ട് എൻ്റെ അഡാപ്റ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ്, ഞാൻ കണക്ട് ചെയ്ത അഡാപ്റ്റർ ശരിക്കും വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ലൈവായിട്ട് ഇത് ഈ സംഖ്യകൾ മറ്റേ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, നമ്പേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും ഇൻഫർമേഷനാണ് ഇവിടെ എടുക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാർഗറ്റിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. നമ്മളിതിൽ ആരുടെയാണോ വൈഫൈ ക്യാപ്ചർ ചെയ്യേണ്ടത് ആ ടാർഗറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്കിവിടെ RT Zone 2 and 3 4G അല്ലെങ്കിൽ 2 and 3 4G ഇതിന് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടാർഗറ്റ് നമ്മൾ ആരെയാണോ ഫെച്ച് ചെയ്യുന്നത് അയാളുടെ MAC അഡ്രസ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്ത് വെക്കണം, നമുക്കത് ആവശ്യമുണ്ട്. അതുപോലെ അയാളുടെ ചാനൽ നമ്പർ നമുക്ക് ആവശ്യമാണ്, 7. ഓക്കെ, ഈ 2 ഡാറ്റയും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മളപ്പോൾ ടാർഗറ്റിനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു 2 and 3 4G. ഓക്കെ, 2 and 3 4G ആണ് നമ്മൾ യൂസ് ചെയ്തത്, ലോഡായിട്ടില്ല. 2 and 3 4G വരും. ഓക്കെ, ഒരു തവണ ഇവിടെ കിട്ടുന്നില്ലെന്ന് നോക്കാം.
ഓക്കെ, ഇനി നമ്മൾ ടാർഗറ്റിനെ സെലക്ട് ചെയ്തു. ആർട്ടിസൺ 2134G വന്നു. നമ്മളതിൻ്റെ മാക് അഡ്രസ്സ് എടുത്തു, അതേപോലെ ചാനൽ നമ്പർ എടുത്തു. ജസ്റ്റ് ഇനി സ്റ്റോപ്പ് ചെയ്യാം. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അയാളെ മാത്രം മോണിറ്റർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, എയറോ ഡംപ് എൻജി WLAN0. ഞാനിവിടെ ഇതുകൂടി വെച്ചുകൊണ്ടാണ് കേട്ടോ അതവിടെ തിക്കായിട്ട് കാണുന്നത്. ഓക്കെ, ഇവിടെ തിക്കായിട്ട് കാണുന്നത് ഇത് രണ്ടും ഒരുമിച്ച് വെച്ചുകൊണ്ടാണ്. WNG എയറോ ഡംപ് എൻജി സ്പേസ് WLAN0. ഓക്കെ, എയറോ ഡംപ് എൻജി WLAN0. ദെൻ നമ്മൾ കൊടുക്കണം -BSSID എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന BSSID കൊടുക്കുക. ഓക്കെ, -C എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനലും കൊടുക്കണമായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്നുള്ളത്. -C7 എന്നുകൂടിയും കൊടുക്കണം. സ്ക്രീൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ശരിക്കും കാണാൻ പറ്റുന്നില്ല ഒരു ദിവസം. ഓക്കെ, എയറോ ഡംപ് എൻജി BSSID എത്ര നമ്മൾ നോക്കുന്നത്, കോപ്പി സെലക്ഷൻ. ഓക്കെ, BSSID നോക്കി. ദെൻ -C7 നമുക്ക് എന്ത് ചെയ്യും, ആ നെറ്റ്വർക്ക് മാത്രം ഇവിടേക്ക് കിട്ടണം. ഇങ്ങനെയുണ്ടോ ഹിഡൻ നെറ്റ്വർക്ക് കാണിക്കുക, ലെസ് ദാൻ ലെങ്ത് എന്നുള്ള രൂപത്തിലായിരിക്കും ഹിഡൻ നെറ്റ്വർക്ക് ആദ്യം കാണിക്കുക. ഓക്കെ, 2134G കാണിച്ചു. ജസ്റ്റ് പിന്നെ കാണുന്നത് 2134Gയിൽ നമുക്കിവിടെ ഒരു ഡിവൈസ് കണക്റ്റഡ് ആണ്.
ഓക്കെ, നല്ല ഹാങ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കാണേണ്ടതാണ്. BSID നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എന്താണ്, നമ്മൾ കൊടുത്ത BSID, ഇവനെ മാത്രം സ്കാൻ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവനെ മാത്രം നമുക്ക് സ്കാൻ ചെയ്തിട്ട് കാണിച്ചു തന്നു. പിന്നെ താഴെ കാണുന്ന എന്താണ്, ആ ഡിവൈസിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസാണോ, ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഡിവൈസെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. ഇവിടെ രണ്ട് പേര് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്, ഒരാളെങ്കിലും കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് എടുക്കുക. ആ നെറ്റ്വർക്കിൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം കണക്റ്റഡ് ആയിട്ട് നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. വൈഫൈ പാസ്വേഡ് രണ്ടുപേർക്കും അറിയാം, അവർ പരസ്പരം കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ദെൻ നമുക്ക് എന്ത് വേണം, അവരുടെ ഹാഷ് കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പാസ്വേഡ് കിട്ടണം. WPA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്വേഡ് കിട്ടണം. എന്നാൽ WPA2 ആണെങ്കിൽ നമുക്ക് പാസ്വേഡ് കിട്ടില്ല, അതിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, ഹാഷേ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഹാഷ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിനെ നമുക്ക് എന്നാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഹാഷ് കാറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വേഡ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വേഡ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് പാസ്വേഡ്സുകളെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് പേര് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ഹാൻഡ് ഷേക്ക് കമ്മ്യൂണിക്കേഷൻ, ഹാൻഡ് ഷേക്കിനെ, വൈഫൈ WPA2 ഹാൻഡ് ഷേക്കിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നു. ഓക്കെ, അത് നമുക്ക് കിട്ടും. എങ്ങനെ, ഞാൻ പറഞ്ഞു, ഒരാൾ വൈഫൈ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പാസ്വേഡ് റൗട്ടറിലൂടെ എങ്ങനെയാണ് പോകുന്നത്, പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല, ഹാഷ് ആയിട്ട് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഹാഷിന് നമുക്ക് ഈ വയർലെസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഹാഷ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഹാഷിന് എന്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, ഇതേപോലെ ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു വേർഡ് ലിസ്റ്റ് വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിലേതെങ്കിലും വേർഡുമായിട്ട് ആ ഹാഷ് മാച്ച് ആവുന്നുണ്ടോ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് വേണം. ആരെങ്കിലും പരസ്പരം രണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമല്ലോ, ഹാൻഡ് ഷേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അതിൽ ഓൾറെഡി ഒരു ഡിവൈസ് കണക്റ്റഡ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അത് കണക്റ്റഡ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഒരു വേർഡ് ലിസ്റ്റിലേക്ക് സൂക്ഷിച്ച് വെക്കുക. -w എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേർഡിൻ്റെ പേര് കൊടുക്കുക, ഒരു ഫയൽ കൊടുക്കുക. അപ്പോൾ എന്താവും, ഈ പറഞ്ഞ കാര്യം വൈഫൈ പെൻടെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നു. ഇനി എന്താ സംഭവിക്കാം, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഇവിടെ കുറേ പാക്കറ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ, ഈ കമ്മ്യൂണിക്കേഷൻസ് മൊത്തം ഒരു ഫയലിലേക്ക് സ്റ്റോർ ആവും. ഓക്കെ, ആ പാക്കറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ഇവർ ഹാൻഡ് ഷേക്ക് നടത്തിയാലും അതൊക്കെ എന്താവും, ഇനിയിപ്പം ഈ വൈഫൈ പെൻടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫയലിലേക്ക് കിട്ടും. ഞാനത് ഇവിടെ എൻ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റി നടക്കും. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്കപ്പോൾ അതിന് വേറൊരു സ്ക്രീനും കൂടി ആവശ്യമുണ്ട്. അതിനാണ് ഞാനിവിടെ കുറേ സ്ക്രീൻ തുറന്ന് വെച്ചത്. ദെൻ ഞാനിവിടെ ക്വിറ്റ് ചെയ്തു. ദെൻ അവർ തമ്മിൽ ഹാൻഡ് ഷേക്ക് ക്യാപ്ചറിങ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവർ തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ടൈം എടുത്തിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് നേരത്തെ കണ്ട സ്ക്രീൻ തന്നെ, പക്ഷേ അതിൻ്റെ ഇടയിൽ അവരുടെ പാക്കറ്റൊക്കെ ആ ഒരു വേർഡ് ലിസ്റ്റിൽ ഞാൻ കൊടുത്ത ഫയലിലേക്ക് ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ആ വീഡിയോകൾ നമ്മൾ കൊടുത്ത ഫയലിലേക്ക് പാക്കറ്റിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ആ ഫയലിലേക്ക് ഇങ്ങനെ സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് അവർ ഹാൻഡ് ഷേക്ക് നടത്തണം, എങ്കിൽ മാത്രമേ എന്ത് നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു ഹാഷ് വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ആ ഹാൻഡ് ഷേക്ക് നടത്തണം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കണം, ആരെങ്കിലും ആ നെറ്റ്വർക്കിലേക്ക് എൻ്റർ ചെയ്യുകയോ, ഓക്കെ, ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റീകണക്റ്റ് ചെയ്യുകയോ ചെയ്യണം. ഓക്കെ, അപ്പോൾ മാത്രമേ ഹാഷ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും ആ നെറ്റ്വർക്കിലേക്ക് കയറണം, അല്ലെങ്കിൽ നേരത്തെ കയറിയ ആൾ ഇറങ്ങിയിട്ട് കയറണം. ഓക്കെ, ഈ രണ്ട് ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണക്റ്റായി നിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യുന്നില്ല, ഹാഷ് ഷെയർ ചെയ്യില്ല. ഒരു ഡിവൈസ് ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് എന്താ പറയുന്നത്, ഹാൻഡ് ഷേക്ക് നടക്കുന്നത്. അതേപോലെ ഒരാളൊന്ന് പുറത്തു പോയിട്ട് ആ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും റീകണക്റ്റ് ആവുന്ന സമയത്തുമാണ് എന്ത് നടക്കുന്നത്, ഹാൻഡ് ഷേക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ആ നെറ്റ്വർക്കിൽ ഒരു ഡിവൈസ് മാത്രമേ ഉള്ളൂ. ആ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്തിരിക്കണം, ആ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തിറങ്ങുകയും വേണം, കയറുകയും വേണം. ഓക്കെ, ഈ രണ്ട് കാര്യം നടക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ നെറ്റ്വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുന്നുണ്ട്, അത് നമുക്കൊരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ ആ നെറ്റ്വർക്കിൽ ആരും ഇല്ലയെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നടക്കില്ല കേട്ടോ, ഒരാളെങ്കിലും ആ നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ വെയിറ്റ് ചെയ്യാം, ഏതൊരാളുണ്ട്.
ഇനി ഇയാൾ എന്ത് ചെയ്തിരിക്കണം, ഈ പറയുന്ന ആൾ ഒരു തവണ ആ നെറ്റ്വർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറണം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊന്ന് റീകണക്റ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഹാൻഡ് ഷേക്ക് നടക്കും. ആ ഹാൻഡ് ഷേക്കിൻ്റെ പാക്കറ്റ് നമുക്ക് കിട്ടും. ഈ പ്രോസസ്സാണ് നമുക്കിനി ചെയ്യാനുള്ളത്. സോ നമ്മൾ ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം അവർ ഹാൻഡ് ഷേക്ക് കിട്ടുന്നവരെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എപ്പോഴെങ്കിലും പുറത്ത് പോയിട്ട് കണക്റ്റ് ആവുന്നതാണ്, അതുവരെയും നമ്മൾ വെയിറ്റ് ചെയ്യാം. അവിടെ കാണിക്കും WP ഹാൻഡ് ഷേക്ക് ക്യാപ്ചേർഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഹാൻഡ് ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫോഴ്സ്ഫുള്ളി ചെയ്യണം. ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത് എങ്ങനെ? ഒന്ന് അയാളെ നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് അയാൾ ജസ്റ്റ് ആ നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, വീണ്ടും അയാളെ കൊണ്ട് കണക്റ്റ് ആക്കിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടൂളാണ്. ഈ പ്രോസസ്സിന് നമ്മൾ ഡി ഓതൻറ്റിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഡി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഫൈ ജാമിങ് എന്ന് കേട്ടില്ലേ, ജാം ചെയ്യാന്ന് പറയില്ലേ. ഓക്കെ, അതാണ് എയർപ്ലേ NG. ഓക്കെ, എയർപ്ലേ NG യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. എയർപ്ലേ NG -0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ -D ഓത്ത്. കാരണം ഇത് ഈ അറ്റാക്കിന് പറയുന്ന പേരാണ് ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്ക്. ഡി ഓത്ത് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ -0, രണ്ടും ഒരേ വാല്യൂ ആണ്. ഓക്കെ, -0 ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റുകൾ അയക്കാൻ പറഞ്ഞു. മാത്രമല്ല ഞാൻ എന്ത് പറഞ്ഞു, എത്ര പാക്കറ്റുകൾ അയക്കണം എനിക്കിവിടെ സെറ്റ് ചെയ്യാം, 20 എണ്ണം ഡി ഓതൻറ്റിക്കേഷൻ, 20 ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റുകൾ അയക്കാം എന്നെനിക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ -A എന്ന് പറഞ്ഞിട്ട് ആ ടാർഗറ്റ് നെറ്റ്വർക്കിൻ്റെ മാക്ക്, ടാർഗറ്റ് നെറ്റ്വർക്ക് ആരാണ്, റിലയൻസ് 2 and 3 4G. ഓക്കെ, ടാർഗറ്റ് നെറ്റ്വർക്കിൻ്റെ മാക്ക് ജസ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ ഇൻ്റർഫേസ് WLAN 0. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി അവരുടെ ചാനൽ 7 ആണ്. ആ ചാനൽ 7ലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റ്സുകൾ അയച്ചുകൊണ്ടേയിരിക്കും. ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റ്സുകൾ എന്താ ചെയ്യുന്നത്, ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ രീതിയിൽ തിരിച്ച് അങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾ സംസാരം നിർത്തും. ഓക്കെ, അപ്പോൾ അതേപോലെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇവിടെ സ്റ്റോപ്പാവും. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പിന്നീട് നമ്മൾ ആകെ 20 സെക്കൻഡേ അത് നടക്കുന്നുള്ളൂ, 20 ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റ്സ് നമ്മൾ അയക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു ചെറിയ നിമിഷത്തേക്ക് മാത്രം അതൊന്ന് സ്റ്റോപ്പാവും. അപ്പോൾ അയാൾ ഒരു നിമിഷം ഒന്ന് ഡിസ്കണക്റ്റ് ആവും. വീണ്ടും അയാൾ ആ സംഭവം ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്ക് നിന്ന് കഴിഞ്ഞാൽ അയാൾ വീണ്ടും കണക്റ്റ് ആവും. ആ സമയത്ത് എന്ത് നടക്കും, ഹാൻഡ് ഷേക്ക് നടക്കും. ഓക്കെ, ഇവിടെ ആ ഹാൻഡ് ഷേക്ക് നടക്കും. അങ്ങനെ ഹാൻഡ് ഷേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ ഹാഷ് വാല്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്ക് നടത്തുന്നത്. ഡി ഓതൻറ്റിക്കേഷൻ അറ്റാക്കിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, എയർപ്ലേ NG നമ്മൾ കൊടുത്തു, കമാൻഡ് ടൂൾ -D ഓത്ത് അല്ലെങ്കിൽ 0 എന്ന് കൊടുത്താൽ മതി. എത്ര പാക്കറ്റ് അയക്കണം. ഓക്കെ, ഇനി ഇവിടെ 0 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ -0 ശേഷം 20-ന് പകരം 0 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ടാർഗറ്റിനെ അൺലിമിറ്റഡ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ ഇവിടെ 0 കൊടുത്താൽ മതി. 20 ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 പാക്കറ്റ് പോകും. 0 ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് പോകും. -A എന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് നെറ്റ്വർക്ക് ID കൊടുക്കുക. ദെൻ WLAN 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ ഇൻ്റർഫേസ് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവുന്നുണ്ട്, അതാണ് നമ്മളുടെ ഇഷ്യൂ. നമുക്ക് ടാർഗറ്റ് നെറ്റ്വർക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ഹാങ് ആണ്. നമ്മുടെ ടാർഗറ്റ് നെറ്റ്വർക്ക് കുറച്ച് ദൂരെയുള്ള ഡിവൈസിനെ ഞാൻ വെച്ചത്. 2.3 4G കുറച്ച് അകലെയുള്ള ഡിവൈസാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. തൽക്കാലം നമുക്ക് അടുത്തുള്ള വേറെ ഏതെങ്കിലും ഡിവൈസിനെ നോക്കാം. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ തൊട്ടടുത്തുള്ള വേറെ എന്തെങ്കിലും 2.4 ഇതെടുക്കാമല്ലോ. RT Zone 1 2.4 ഉണ്ടാവുമല്ലോ. RT Zone 1ൻ്റെ 2.4 എടുക്കാം, അത് ഫാസ്റ്റ് ഉണ്ടാവും.
കോപ്പി സെലക്ഷൻ. ചാനൽ നമ്പർ എത്ര വരുന്നത്? ചാനൽ 1 ആണോ വരുന്നത്? 2.4 അല്ല, അതായിരുന്നു RT Zone 1 2.4. ചാനൽ 1. ഇവിടെ എയർപ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചാനൽ നമ്പർ നോക്കണം. ചാനൽ നമ്പർ 7 എന്നാണ് ഇവിടെ കാണിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന റെക്ടീം Zone 1 5Gൻ്റെ Zone 1 2.4Gൻ്റെ ചാനൽ നമ്പർ ഏതാണെന്ന് നോക്കണം. അത് രണ്ടും ഈക്വൽ ആവണം. ഓക്കെ, ചാനൽ നമ്പർ 1 തന്നെയാണ് കാണിക്കുന്നത്. RT Zone 1ൻ്റെ ചാനൽ നമ്പർ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചാനൽ നമ്പർ ഇവിടെ 1 വരണം. നമുക്ക് വരുത്താൻ പറ്റില്ല, നമുക്കിവിടെ നോക്കാം. ചാനൽ 2ലാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ കാണിക്കും ചാനൽ 2. അപ്പോൾ ചാനൽ 2 അല്ല, അപ്പോൾ നമുക്കത് എക്സിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ വേഗം എക്സിറ്റ് അടിക്കാം. വീണ്ടും നമ്മളിത് കൊടുക്കുക, ചാനൽ 1ലേക്ക് വരുന്നവരെ നമ്മൾ നോക്കുക. ഓക്കെ, ടൈം എടുക്കും. ചാനൽ നമ്പർ 1 ആയാൽ മാത്രമേ നമുക്ക് ആ ഡീഓതൻറ്റിക്കേഷൻ അറ്റാക്ക് നടക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ചാനൽ നമ്പർ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് -C എന്ന് പറഞ്ഞിട്ടൊക്കെ 1 കൊടുത്തായിരുന്നു, പക്ഷെ ഇവിടെ വർക്കാവില്ല. ഓക്കെ, ഇവിടെ ചാനൽ 1 എന്ന് കാണുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. -20 0C 86 49 AE. ഓക്കെ, കറക്റ്റാണ്. 202. ഓക്കെ, 1-ലെത്തുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഡീഓതൻറ്റിക്കേഷൻ പാക്കറ്റ്സുകൾ ടാർഗറ്റിലേക്ക് അയക്കും. അശ്വന, നിഹാദിനോടെ അവൻ്റെ വൈഫൈ അഡാപ്റ്റർ ഒന്ന് കൊണ്ടുവന്നേരാൻ പറഞ്ഞ്. ഇത് ഡൗൺ ആവുന്നുണ്ട്.
അവൻ്റെ കയ്യിലുണ്ടല്ലോ. ചിലപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരുന്ന. Okay, IW config WLAN 0 mode monitor, then IW config ചെക്ക് ചെയ്യാം. മോണിറ്റർ മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എയറോ നമുക്ക് ചെക്ക് ചെയ്യാം. എയറോ ഡംബഞ്ചി വൈഫൈ 555. ഓക്കെ, ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ നമ്മളിനി ഇവിടെ എയർപ്ലേ 5 WLAN 0 കണ്ടോ. നമ്മളിപ്പോൾ എന്തായി, ടാർഗറ്റിലേക്ക് ഡി ഒതൻറ്റിക്കേഷൻ പാക്കറ്റ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ടാർഗറ്റിലേക്ക് ഡി ഒതൻറ്റിക്കേഷൻ പാക്കറ്റ് അയച്ചപ്പോൾ WP ഹാൻഡ് ഷേക്ക് നടന്നു. സമ്മതി അവിടെ എന്താ നടന്നത്? ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്, ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇവിടെ ഡി ഒതൻറ്റിക്കേഷൻ പാക്കറ്റ് കിട്ടി. ഓക്കെ, ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അത് അഡാപ്റ്റർ മാറ്റിയതിൻ്റെ ബെനിഫിറ്റാണ്. കാരണം എന്താണ്, ഇവിടെ WP ഹാൻഡ് ഷേക്ക് നടന്നു എന്നുള്ള കാര്യം ഇവിടെ എഴുതി കാണിച്ചു. ഇവിടെ എന്താ നടന്നത്, നമ്മൾ ഈ റിക്വസ്റ്റ്, ഞാൻ ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട് എന്ത് ചെയ്തു, റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്തു. ഈ ഒരു നെറ്റ്വർക്ക് ഏതാണ്, നമ്മളുടെ RT Zone 1 2.4G എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പാക്കറ്റ്സുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു. അതിലേക്ക് നടന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ പാക്കറ്റ്സുകളും നമ്മൾ എന്ത് ചെയ്തു, വൈഫൈ 555 എന്ന് പറയുന്ന ഒരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്തു. ഒന്ന് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ അത് ഒരുപാട് ഉണ്ടാകും. കാരണം നമ്മൾ നേരത്തെ കുറേ തെറ്റായ ഫയലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. WP നമ്മൾ വേറെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, WP 555 ഇതാ ഈ ഫയലുകൾ
ഇതാണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തത്. അപ്പോൾ ഈ ക്യാപ്പ് ഫയൽ നമുക്കറിയാലോ, വയർ ഷാർക്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. വയർ ഷാർക്ക് വൈഫൈ 555 ക്യാപ്പ്. ഓക്കെ, അതാണ് നമുക്ക് സക്സസ് ആയത്. അവസാനം അതാണ് 55501 ക്യാപ്പ് അല്ല, നമ്മൾ ലാസ്റ്റ് അതല്ലേ കൊടുത്തത്. 555 ഓക്കെ, വെറും 555 വേറെ ഉണ്ടോ? ഇല്ല, ഇതിനല്ലേ ഉള്ളൂ. ഓക്കെ, ഇത് വയർ ഷാർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇപ്പോൾ ആ ഹാഷ് ഉണ്ട്. ആ ഹാഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഒപ്പം ചെയ്തു. എന്ത് ചെയ്തു? ഇവിടെ ഒരു ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റുകൾ അയച്ചു. ഓക്കെ, എയർപ്ലേ NG -0. ഇതെനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഞാൻ 2 എന്ന് മാറ്റിയിട്ട് ഇവിടെ 0 എന്നാക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുക? അൺലിമിറ്റഡ് ആയിട്ട് ടാർഗറ്റ് നെറ്റ്വർക്കിലേക്ക് ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റ്സ് അയച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റ്സ് ടാർഗറ്റിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓക്കെ, അവിടെ ഇങ്ങനെ ഡി ഓതൻറ്റിക്കേഷൻ പാക്കറ്റ് പോയിക്കൊണ്ടേയിരിക്കും, ലിമിറ്റ് ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് എന്താ നടക്കുന്നത്? നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കംപ്ലീറ്റ്ലി ഡൗൺ ആവും. നമ്മൾ വൈഫൈ ജാമിങ് സെറ്റ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ പവർഫുൾ അഡാപ്റ്റർ, ഇപ്പോൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത അഡാപ്റ്ററിൻ്റെ റേറ്റ് കൂടിയതായിരുന്നു, പക്ഷേ അത് കുറച്ച് പഴയതാണ്. അതിന് 10,000 രൂപ വിലയുള്ള ഒരു അഡാപ്റ്ററാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തത്. ഇപ്പോൾ യൂസ് ചെയ്ത അഡാപ്റ്ററിന് വെറും 1000 രൂപ 1200 രൂപ ആ റേഞ്ചിലുള്ള അഡാപ്റ്ററാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഓക്കെ, മറ്റേത് കുറച്ച് പഴയതായിരുന്നു ആ വിലയുള്ളത്, അതിൽ പറ്റാക്ക് പോസിബിളായിട്ട് നടക്കുന്നില്ല. അപ്പം ഇതുപോലത്തെ അഡാപ്റ്ററുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയുന്നത് ഇതാണ്, 1,00,000 അഡാപ്റ്റർ വരെയുണ്ട്. പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ അഡാപ്റ്ററുകളുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർഫുള്ളായിട്ട് നടക്കും. ഓക്കെ, നമ്മളത് ഒരു 20 പാക്കറ്റ് അയക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു പാക്കറ്റ് അയച്ചാൽ തന്നെ നല്ല രീതിയിൽ അവിടെ ഡി ഓതൻറ്റിക്കേഷൻ നടക്കും. അവിടെ കംപ്ലീറ്റ്ലി അവർക്ക് ആ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത് ജാമായിട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാൻ 0 കൊടുത്തപ്പോൾ അത് അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ആ നെറ്റ്വർക്കിനെ ഡി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജാം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നെറ്റ്വർക്ക് സ്ലോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പം അവിടെ കണക്ട് ചെയ്ത ഡിവൈസുകൾ ഡിസ്കണക്റ്റ് ആവും. ഡിസ്കണക്റ്റ് ആയിട്ട് നേരത്തെ നമ്മൾ 20 എണ്ണേ അയച്ചോളൂ. അപ്പോൾ 20 എണ്ണം അയച്ചപ്പോൾ എന്തായും? അത് ഡിസ്കണക്റ്റ് ആയിട്ട് പിന്നെ കണക്റ്റായി. ഓക്കെ, അപ്പോൾ എന്താവും? ഹാൻഡ് ഷേക്ക് നടക്കും. അങ്ങനെ നമുക്ക് ഹാൻഡ് ഷേക്ക് കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? ടാർഗറ്റിൻ്റെ ഹാഷ് വാല്യൂ ഉണ്ട്. അതെവിടെ? വയർ ഷാർക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതാണ് ആ ടാർഗറ്റിലേക്ക് നടന്ന കമ്മ്യൂണിക്കേഷൻസ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് ആ ഹാഷ് വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം? മാനുവലി നമുക്കത് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹാഷ് വാല്യൂ ഉണ്ട്. ഓക്കെ, എവിടെയോ ഒരു ഹാഷ് വാല്യൂ ഇതിന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ കുറേ വിവോ മൊബൈൽസ് നമുക്ക് കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസുകളാണ് കേട്ടോ. വിവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞല്ലോ, അതിലൊരു 4 ഡിവൈസ് കണക്റ്റഡ് ആയിരുന്നു. ആ ഡിവൈസുകളാണത്. അവരുടെ റൗട്ടർ ഇൻഫർമേഷൻസ്, ആ ഡിവൈസുകൾ ഏതൊക്കെ, അതൊക്കെ നമുക്ക് ഈ പാക്കറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പാക്കറ്റ് ഇൻസ്പെക്ഷൻ ഒന്നും പോകുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ഹാഷ് ഉണ്ട്, അത് നമ്മളിനി കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. അത് കണ്ടുപിടിക്കാനും അത് ക്രാക്ക് ചെയ്യാനും വേറൊരു ടൂളുണ്ട്. അതാണ് എയർ ക്രാക്ക് എൻജിൻ. ഓക്കെ, നമുക്കത് ഓക്കെ, ഈ ഡി ഓതൻറ്റിക്കേഷൻ ഇവിടെ നിർത്തി. എയർ ക്രാക്ക് എൻജിൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എയർ ക്രാക്ക് എൻജിൻ നമ്മളിപ്പോൾ പറഞ്ഞു ഹാഷ് വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ എന്തോരം വേണം? പ്രോപ്പറായിട്ടുള്ളൊരു വേഡ് ലിസ്റ്റ് നമ്മളുടെ കയ്യിൽ വേണം. ആ വേഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് മാച്ച് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ജസ്റ്റ് ഒരു വേഡ് ലിസ്റ്റും കൂടിയും ഒപ്പം വേണം. ഓക്കെ,
അമൽ സാർ എന്തോ ടീം ലീഡ്. ഓക്കെ, വേറൊരു ടൂളും കൂടി ഉണ്ട്, അതുകൂടി പഠിപ്പിച്ചു തരാം. നമുക്ക് പാസ്വേഡൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള്, ജസ്റ്റ് അതും കൂടി നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. വേഡ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലി നമ്മൾ വേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അറ്റാക്ക് ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് തിരിച്ച് പഴയ പോലെ ആക്കാൻ iwconfig wlan 0 മോഡ് iwconfig wlan 0 മോഡ് മാനേജ്ഡ്. ചിലപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, എന്നാൽ മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ. മാനേജ്ഡ്
നെറ്റ്വർക്ക് അഡാപ്റ്റർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും IW കോൺഫിഗ് നെറ്റ്വർക്ക് മോണിറ്റർ മാനേജ്ഡ് എന്നാക്കിയാൽ മതി. പക്ഷെ നമ്മൾ സിസ്റ്റം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് കണക്ട് ചെയ്യേണ്ടി വന്നു. ഇനി നമ്മൾ പറഞ്ഞ കപ്പ് ടൂള് നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പറടാ ഈ കപ്പ് ടൂളൊന്ന് ഇതും കൂടി ഒന്ന് നീ സുബിനോട് ചോദിച്ചു നോക്കാം. സുബിനൊന്ന് എവിടെ പോകണമെന്ന് ചോദിച്ചു നോക്കാം. സുബിൻ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ സുബിനോട് പോയിക്കണം. കപ്പ് -i. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ജസ്റ്റ് വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായിരുന്നു ഓക്കെ RT zone, ദെൻ സർനെയിം വേറെ എന്തെങ്കിലും ഇഷ്ടംപോലെ പേരുകളൂടെ ചോദിക്കും. RT zone നിക് നെയിം ജസ്റ്റ് എന്തെങ്കിലും കൊടുത്ത് ഫില്ല് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇനി പാർട്ട്നേഴ്സ് എന്താണ്, വേറെ PMNA ജസ്റ്റ് ആവശ്യമുള്ള ഡാറ്റ മാത്രം കൊടുത്താൽ മതി. ഇവിടെ വേർഡുകളൊക്കെ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ മാത്രം കൊടുക്കുക. ദെൻ പെറ്റ് നെയിം. ഡു യു വാണ്ട് സം കീവേഡ്സ് അബൌട്ട് ദ വിക്ടിം? ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം വേണ്ട. ഡു യു വാണ്ട് സ്പെഷ്യൽ ക്യാരക്ടർ? യെസ്. ഡു യു വാണ്ട്? യെസ്. ലീറ്റ് മോഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായാലും RT zone.txt എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് വേർഡൊന്നും അധികം കൊടുത്തില്ല, ജസ്റ്റ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നോക്കിയാൽ 1368 വേർഡുള്ള ഒരു വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ആയി. ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ട് നോക്കാം. RT zone.txt കണ്ടോ, ഇതിൽ ഒരുപാട് വേർഡ് ലിസ്റ്റുകൾ നമ്മൾ കൊടുത്ത ഇത് പ്രകാരം ഒരുപാട് വേർഡുകൾ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ടാവും. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പ് ടൂൾ യൂസ് ചെയ്തത്. കപ്പ് -i. വേറെയും കുറേ ടൂളുകളുണ്ട് കേട്ടോ, കുറച്ചും പവർഫുൾ ആയിട്ടുള്ള വേറെയും കുറേ ഇഷ്ടംപോലെ ടൂൾസുകളുണ്ട്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇതിലേക്ക് പാസ്വേഡ്സ് RT zone.txt ഇവിടെ നമ്മൾ നേരത്തെ സ്ട്രിങ്സ് എന്ന് പറഞ്ഞ ഫയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു, അതവിടെ കിടക്കട്ടെ. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേർഡ് ലിസ്റ്റ് കൊടുത്തിട്ട് നോക്കാം. ദെൻ ഇനി എയർക്രാക്ക് എൻജിൻ -w നമ്മൾ എന്ത് കൊടുക്കുക, ജസ്റ്റ് ആ ഫയലിൻ്റെ പേര്. ഓക്കെ, നമ്മൾ ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. മതി. അതിന് മുന്നേ നമ്മളുടെ വൈഫൈ നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഫയൽ 55.cap. ഓക്കെ, ദെൻ -w എന്തായിരുന്നു ഫയലിൻ്റെ പേര്, RT zone@text. ഓക്കെ, അത് കൊടുത്തു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്ത ആ വേർഡ് ലിസ്റ്റ് പ്രകാരം അത് ക്രിയേറ്റഡ് ആയിട്ടില്ല ആ ഒരു പാസ്വേഡ്. ദെൻ നമ്മളെന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തൊരു വേർഡ് ലിസ്റ്റ്, ഈ വേർഡ് ലിസ്റ്റിൽ ഇപ്പോൾ അങ്ങനെ ഒരു വേർഡില്ല. ഇവർ ഒരുപാട് 10,000 വേർഡ്സുകൾ ഉണ്ടായിരുന്നു, അതിലെന്ത് ചെയ്തിട്ടില്ല, ആ ഒരു വേർഡ് വന്നിട്ടില്ല. ജസ്റ്റ് ഇതിൻ്റെ സിമ്പിൾ പാസ്വേഡ് ആയിരുന്നു. സോ 123 ജസ്റ്റ് RT zone 123. ഓക്കെ, ദെൻ ഓക്കെ, സ്ട്രിങ്സിൽ നമ്മൾ കൊടുത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ആ പാസ്വേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പാസ്വേഡ് നമുക്കിവിടെ ക്രാക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അവരുടെ ഒരു വേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ടൂളുകൾ വെച്ചിട്ട് ഇതിലും പവർഫുൾ ആയിട്ടുള്ള ടൂൾസുകളുണ്ട്. നമുക്ക് കപ്പ് ടൂൾ യൂസ് ചെയ്യാം, വേറെ ടൂൾസുകളുണ്ട്. ഈ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് പാസ്വേഡ് ക്രിയേറ്റിംഗ് ടൂൾസ്, പാസ്വേഡ് ജനറേറ്റിംഗ് ടൂൾസ് എന്ന് കൊടുത്താൽ മതി. ഈ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വലിയ വലിയ വേർഡ് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ആ വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ വൈഫൈൻ്റെ പാസ്വേഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊരു മെത്തേഡ്. ദെൻ ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്ന വേറൊരു രീതിയാണ്, വേറൊരു ടൂളാണ്, കുറച്ചുകൂടി പവർഫുൾ ആയൊരു ടൂളാണ്
വൈഫൈറ്റ് എന്ന് പറയും. ജസ്റ്റ് വളരെ സിമ്പിൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഓക്കെ, ആ വൈഫൈ ടൂൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ വൈഫൈറ്റ് ഒന്ന് റൺ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇത് കുറച്ചുകൂടി എന്താണ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള നെറ്റ്വർക്കുകൾ കാണിച്ചു തരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ചാനൽസ് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ അതിൽ WPS എനബിൾഡ് ആണോ, ഞാൻ പറഞ്ഞല്ലോ WPS എനബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്താൽ മതി. അതിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ദെൻ RTWS 2 and 4G. ഓക്കെ, ക്ലയൻറ്റ്സ്, എത്ര ക്ലയൻറ്റുകൾ അതിൽ കണക്റ്റഡ് ആണ് എന്നുള്ള ഇൻഫർമേഷനും ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ തൽക്കാലം 11 RTWS എടുത്ത് നോക്കാം. ജസ്റ്റ് Ctrl+C, ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. Ctrl+C ഞാൻ 2 തവണ പ്രസ് ചെയ്തു. RTWS അതിൽ WPS എനബിൾഡ് ആണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ സിഗ്നൽ കുറവാണ്. 20 ഡെസിബിൾ പവർ, 20 ഇവിടെ ഡെസിബിൾ അനുസരിച്ചിട്ടാണ് കാണിച്ചിരുന്നത്, മൈനസ് വെച്ചിട്ടല്ല. ഇപ്പോൾ 20 ഡെസിബിൾ പവർ കുറവാണ്. വേറെ പവർഫുൾ ആയതിൽ RT Zone 1 2.4G, അത് നമ്മളിപ്പോൾ ഒരു ക്രാക്ക് ചെയ്തു, അതിന് വേണ്ട. വേറെ തൽക്കാലം നമുക്ക് RTWS തന്നെ എടുക്കാം, നമ്മുടെ തന്നെ വൈഫൈ എടുക്കാം. Ctrl+C അടിച്ചു. നമ്പർ എത്രയായിരുന്നു? RTWS 11. ഓക്കെ, ഇനി എന്ത് ചെയ്യും? 11ലേക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്കുകൾ നടത്തിയിട്ട് ആ പാസ്വേഡ് എന്ത് ചെയ്യും? അത് ക്രാക്ക് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, RTWS 2ലേക്ക് ടൈം എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കും ഇവരെന്ത് ചെയ്യും? മാറ്റി മാറ്റി ചെയ്ത് നോക്കും. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഓക്കെ, പാസ്വേഡ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡുകളൊന്നും ചെയ്തില്ല, സിമ്പിളായിട്ട് അവിടുത്തെ പാസ്വേഡ് ക്രാക്ക് ചെയ്തു. അപ്പോൾ ഈ ടൂൾ കുറച്ചുകൂടി പവർഫുള്ളാണ്. അവിടെ എന്താണ് പാസ്വേഡ്? എന്താണ് 1 2 3 4 5 6 7 8 ആണ് അവിടുത്തെ PSK പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. അവരുടെ WPS പിന്ന് നോക്കേ, ഞാൻ പറഞ്ഞു 8 അക്ക നമ്പർ ആയിരിക്കും. 000 മുതൽ 99999 വരെയുള്ള ഒരു 8 അക്ക നമ്പർ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? അത് അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ആര് ഒറ്റയടിക്ക് ചെയ്തു? ഈ പറയുന്ന ടൂൾസ് ഒറ്റയടിക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് WPS എനബിൾഡ് ആയത് സിമ്പിളായിട്ട് കിട്ടും. ഇതിപ്പോൾ WPS എനബിൾഡ് ആയിരുന്നില്ല എങ്കിൽ വൈഫൈറ്റ് എന്ത് ചെയ്യും? എല്ലാ WPSൻ്റെ അറ്റാക്കുകളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്ത രീതിയിലുള്ള അറ്റാക്ക് തന്നെ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്തിട്ടുള്ള പാസ്വേഡ് ക്രാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് വേർഡ് ലിസ്റ്റ് കൂടി -W എന്ന് പറഞ്ഞ് വൈഫൈ 2ൻ്റെ കൂടെ -W അല്ലെങ്കിൽ -- വേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ വേർഡ് ലിസ്റ്റ് കൂടി നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർ ഡീഫാൾട്ട് വേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യും, അതിൽ കുറച്ച് ലെറ്റേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു -W എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ലിസ്റ്റും കൂടി ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് WPS എനബിൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അത് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ WPS എനബിൾഡ് അല്ലാത്തതായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ചെയ്ത ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് അവർ തന്നെ ചെയ്തോളും. നമുക്ക് കമാൻഡ്സോ ടൂളുകളോ ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ ആ ടൂൾസ് വെച്ചിട്ട് അത് ചെയ്തോളും. ഓക്കെ, അതാണ് ഇന്ന് കാണിച്ചു തരാനുണ്ടായിരുന്നു വൈഫൈ പെൻ ടെസ്റ്റിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഇനി വൈഫൈയിൽ വേറെയും ഇതാക്കണം. ഞാൻ ഇത് നമ്മുടെ അയലോക്കത്തുള്ള ആരുടെ വൈഫൈ ആണ്, നമ്മുടേതല്ല. WS1B1. ഓക്കെ, നമ്മുടേതല്ല, റെഡ് ടീമിൻ്റെ അല്ല. ഓക്കെ, അവരുടെ വൈഫൈ പാസ്വേഡാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അവിടെയൊക്കെ WPS എനബിൾഡ് ആയതുകൊണ്ട് നമുക്കത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വാഷ് ഓക്കെ, WLAN 0 ഈ ടൂൾ വെച്ചല്ലാണ്ട് നമുക്ക് WPS എനബിൾഡ് ആണോ കാണാനുള്ള കമാൻഡാണിത്. WPS എനബിൾഡ് ആണോ അല്ലയെന്ന് കാണാനുള്ള ഒരു കമാൻഡാണിത്. വാഷ് -i WLAN 0. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ WPS ഉണ്ട്, ലോക്ക് ഉണ്ടോ, WPSന് ലോക്ക് ഉണ്ടോ. ഇവിടെ ഒന്നും WPSന് ലോക്കില്ല. അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കാണാനാണ് വാഷ് -i WLAN 0. WPS അവിടെ ഉണ്ടോ ഇല്ലയോ, WPSന് ലോക്ക് ഉണ്ടോ,
പവർഫുൾ ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ റൗട്ടർ ഏത് ബ്രാൻഡ് ഏതിൻ്റെ ആണെന്നുള്ളതും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, വലിയ ടാസ്ക് ഇല്ല. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വേർഡ് ലിസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വേർഡ് ലിസ്റ്റ് ഇല്ലാതെ തന്നെ ഇത്രയും പ്ലാറ്റ്ഫോമിൽ, കാരണം WPS അവിടെയൊക്കെ എനബിൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ വേർഡ് ലിസ്റ്റ് അതേപോലെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ നമുക്ക് വയർലെസ് പെൻ ടെസ്റ്റിംഗിൽ പറയാനുള്ളത്. ഇനി നമുക്ക് വയർലെസ് പെൻ ടെസ്റ്റിംഗിൽ വേറെ കുറച്ച് അറ്റാക്കുകൾ വരുന്നുണ്ട്. അതായത് കുറച്ചുകൂടിയും ഹാർഡ്വെയർ കപ്പാസിറ്റി കൂടി കഴിഞ്ഞാൽ അതിലൊന്നാണ് എവിൽറ്റിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. എവിൽറ്റിൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രീതിയാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഗസ് ചെയ്യാം. നിങ്ങളിപ്പോൾ വീട്ടിൽ കണക്ട് ചെയ്യുന്ന വൈഫൈൻ്റെ പേര്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിന് എടുക്കുക, RT Zone 15G, അതിലാണല്ലോ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്നൊരു സ്റ്റുഡൻസ് വരുമ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു ഇവിടുത്തെ പാസ്വേഡ് ഇവിടുത്തെ വൈഫൈ എന്ന് പറയുന്നത് RT Zone 15G ആണ്, നിങ്ങൾ അതിൽ കണക്ട് ചെയ്തോളൂ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും പിള്ളേർ എന്താ നോക്കുക, RT Zone 15G എവിടെ ഉണ്ടോ നെറ്റ്വർക്കിൽ നോക്കും, അതിൽ കണക്റ്റ് ആവും. ഓക്കെ, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇനി ഞാനൊന്ന് ആലോചിച്ചോക്കാം, ഞാനൊരു അറ്റാക്കർ ഇവിടെ പുറത്ത് നിൽക്കുക, ഞാനിവിടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. RT Zone 15G എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നോർമൽ ഫോണിൻ്റെ വൈഫൈ ഓൺ ആക്കിയാൽ തന്നെ മതി. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് കാണും. ഞാൻ അതേ പേരിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓപ്പൺ ആക്കിയും വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പാസ്വേഡ് ചോദിക്കുന്നു. അതിലവിടെ എന്ത് പാസ്വേഡ് കൊടുത്താലും അവരുടെ കണക്റ്റ് ആവും. ഓക്കെ, പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, വെറുതെ ഒരു പാസ്വേഡ് സെക്ഷൻ വെക്കുന്നു. അപ്പോൾ പാസ്വേഡ് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ പാസ്വേഡ് കൊടുത്തിട്ട് അവിടെ കയറും. ഒരു തരം ഫിഷിങ് പോലെ ആ പാസ്വേഡ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആക്സസ് പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഒന്നില്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഇവിടെ വരുന്ന സ്റ്റുഡൻസൊക്കെ പിന്നെ ആ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അത്, അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും ഇൻഫർമേഷൻസ്, പാസ്വേഡ് പോലത്തെ ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എവിൽറ്റിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. എവിൽറ്റിൻ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരേ ആക്സസ് പോയിൻറ്റിൻ്റെ പേരിൽ വേറൊരു ആക്സസ് പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് നമ്മൾ മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് നടത്തുക. അതാണ് എവിൽറ്റിൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ബ്രൂട്ട് ഫോഴ്സിന് വേണ്ടിയിട്ട് -i, ഇപ്പോൾ നമ്മൾ വൈഫൈ യൂസ് ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഈ പറയുന്ന WPS ബ്രൂട്ട് ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് റീവർ എന്ന് പറയുന്നത്. ഓക്കെ, റീവർ എന്ന ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ WPS അറ്റാക്ക് ചെയ്യാനുള്ളൊരു ടൂളാണ് റീവർ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വൈഫൈ യൂസ് ചെയ്താൽ മതി, അവരത് പണി ചെയ്തോളും. ആ വൈഫൈൻ്റെ ഉള്ളിലും അവർ വർക്ക് ചെയ്യുന്നത് റീവറാണ്. കണ്ടോ, റീവർ സേസ്, റീവർ വെച്ചിട്ടാണ് അവർ ഈ ടൂൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ അന്ന് റസ്റ്റ് സ്കാൻ പറഞ്ഞ പോലെ തന്നെ റസ്റ്റ് സ്കാൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന Nmap ഒക്കെ തന്നെയാണ്. ഓക്കെ, അതെങ്കിലും നമുക്ക് ഫാസ്റ്റായിട്ട് കിട്ടും. നമ്മൾ കോഡ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നോക്കിക്കോളും. അപ്പോൾ റീവർ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവിടെ എക്സാക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഫോർമാറ്റ്. റീവർ -i WLAN 0 -b എന്ന് പറഞ്ഞിട്ട് MAC അഡ്രസ്സ് കൊടുക്കുക. ദെൻ അവർ ആ പിന്ന് മാറ്റി അവർ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ആ പാസ്വേഡ് എനബിൾഡ് ആണെങ്കിൽ ആ പാസ്വേഡ് ഡീറ്റെയിൽസ് കാണിച്ചു തരും. ഓക്കെ, ഇതാണ് നമുക്ക് വയർലെസ് പെൻ ടെസ്റ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, നമുക്ക് വൈഫൈ പെൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ടൂളുകളും ഡിവൈസുകളൊക്കെ അവൈലബിൾ ആണ്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഓട്ടോമാറ്റിക്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഒരുപാട് തിയറി പറഞ്ഞു, വൈഫൈ വെച്ച് റൺ ചെയ്തൊക്കെ താനെ ചെയ്തു. അതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന തിയറി നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അതാണ് ഈ നേരത്തെ പറഞ്ഞ എയർ ക്രാക്ക് എൻജി, എയർ മോൺ എൻജി, അതൊക്കെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ.